തിരുവചനം നാം വായിക്കുന്ന പോലെ ന്യായപ്രമാണത്തിൽ കൂടുതൽ കാണുവാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നാം ആരും ജ്ഞാനത്തിൽ സമ്പൂർണരോ അറിവുള്ളവരോ ഒന്നുമല്ല. പക്ഷേ പരിശുദ്ധാത്മാവ് തിരുവഴുത്തിന്മേൽ വെളിച്ചം വീശുകയും തിരുവഴുത്തിന്റെ എഴുത്തുകാരനായ പരിശുദ്ധാത്മാവ് തന്നെ അതിന്റെ പൊരുൾ തിരിച്ചറിയുകയും ചെയ്യേണ്ടതിന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ ദിവസത്തിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങളെ ദൈവവചന പഠനത്തിനായി തീരുമാനിച്ചിരുന്നല്ലോ. ഞങ്ങളുടെ വചനത്തെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഞങ്ങൾ സംസാരിക്കുന്ന ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങളുടെ വചനം ഞങ്ങളുടെ കയ്യിലെത്തുവാൻ സ്വർഗത്തിന് ഞങ്ങളോട് കരുണ തോന്നിയല്ലോ. ഞങ്ങളുടെ വചനത്തെ വായിച്ച് ഗ്രഹിച്ച് വചനാനുസരണം ഞങ്ങളുടെ ജീവിതത്തെ പണിതെടുക്കുവാൻ ദൈവം ഞങ്ങൾ കൃപ നൽകണമെന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും ദൈവദാസിമാരെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തത് കൺട്രോൾ ചെയ്യുന്ന പ്രിയ ജിജി പാസ്റ്റർ ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ ഈ ചെറിയ ഉദ്യമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങൾ സമർപ്പിക്കും. വളരെ പ്രാർത്ഥനയോടെ ദൈവവചന പഠനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നല്ലോ. നല്ല അധ്യാപകനായ പരിശുദ്ധാത്മാവ് കൂടെ ഞങ്ങളെ സഹായിക്കണമേ. ആർക്കും നെറ്റിനോ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതെ ക്ലാസ്സിന്റെ തുടക്കം മുതൽ അവസാനം വരെയും ശാന്തമായ അന്തരീക്ഷത്തിൽ അവരുടെ നിയോഗത്തോടെ ഞങ്ങളുടെ വചനം ഗ്രഹിപ്പാൻ കൃപ നൽകണമെന്ന് അവിടുത്തോട് അപേക്ഷിക്കുന്നു. മഹത്വമെല്ലാം കർത്താവ് എടുക്കണമേ. അടിയനെ ക്രൂശിൽ മറയ്ക്കുവാൻ അവിടുത്തോട് അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ച നമ്മുടെ ദൈവവചന പഠനത്തിന്റെ 2ാം ദിവസമാണല്ലോ. ഇനിയുള്ള ദിവസങ്ങളിൽ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയുമായി നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും. ക്ലാസ് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കത്തുദാസന്മാർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ വന്ദനത്തെ ഞാൻ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചന പഠനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ പഠിക്കുന്ന വിഷയം ബേത്ലഹേം ടു മൗണ്ട് ഒലിവ് എന്നുള്ള വിഷയമാണ്. ബേത്ലഹേം മുതൽ ഒലിവ് മല വരെ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ സ്വർഗ്ഗാരോഹണം വരെ. സിമ്പിളായിട്ട് തന്നെ പറയുള്ളൂ. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇന്നുമായി നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ആ പുസ്തകത്തിലേക്ക് കയറാനുള്ള വഴിയാണ്. എന്ന് പറഞ്ഞാൽ ഹൗ ടു റീഡ് ദ ബൈബിൾ ആൻഡ് ഹൗ ടു സ്റ്റഡി ദ ബൈബിൾ. ഇത് രണ്ടും ഒന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് പുസ്തകത്തിലേക്ക് പ്രവേശിക്കാൻ. ഇതറിയാതെ വന്നാൽ ഒരുപാട് കുഴപ്പങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെ വായിക്കണമെന്നുള്ളതും എങ്ങനെ പഠിക്കണമെന്നുള്ളതും ദൈവജനം എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് ദൈവവചനത്തിലേക്ക് വരാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു, ദൈവവചനം എന്ന് പറഞ്ഞാൽ ദ ബോൾ അദോനായി, ദൈവം വരുത്തുന്ന ക്രമീകരണങ്ങൾ എന്നാണ് ദൈവവചനത്തിന്റെ ശരിയായ അർത്ഥം. ദ ബോൾ അദോനായി എന്ന് പറഞ്ഞാൽ ദൈവം വരുത്തുന്ന ക്രമീകരണങ്ങൾ. അതുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരവും കുറഞ്ഞ പക്ഷം ദൈവവചനം വായിച്ചു വേണം നമ്മുടെ ദിവസം ആരംഭിക്കാൻ, ദിവസം അടയ്ക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ഒരു ദിവസം നമ്മൾ ഓപ്പൺ ചെയ്യുക. രാത്രിയിൽ പ്രാർത്ഥിച്ച് ഒരു ദിവസം നമ്മൾ ആ പ്രാർത്ഥന താക്കോല് കൊണ്ട് ക്ലോസ് ചെയ്യുക. മനസ്സിലായോ? പ്രാർത്ഥിച്ച് നമ്മൾ കിടന്നുറങ്ങും. രാവിലെ സമയം പോയതെന്ന് പറഞ്ഞാൽ ഈ താക്കോല് കൊണ്ട് പൂട്ടിയ ലോക്ക് വലിച്ചു പറിച്ചെടുത്താൽ എങ്ങനെ ഇരിക്കും? ചിലർക്ക് രാവിലെ അങ്ങനെയാ, ഈ താക്കോലിട്ട് പൂട്ടാനുള്ള സമയം കിട്ടിയോ പിന്നെ വലിച്ചു പറിച്ചുകൊണ്ട് അങ്ങ് പോവുക. എല്ലാവരും ഉണ്ടോ? ഉണ്ട്. ഏതായാലും വലിയ സന്തോഷം. ചിലരൊക്കെ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിയുമെങ്കിൽ എല്ലാവരും ഒന്ന് ഓൺ ചെയ്തിരുന്നാൽ എനിക്കും സന്തോഷമാണ്. നമ്മൾ ദൈവവചനം പഠിക്കുകയാണ്, അതുകൊണ്ട്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പ്രാർത്ഥിച്ച് നമ്മൾ വൈകിട്ട് കിടന്നുറങ്ങുമ്പോൾ ആ ദിവസത്തെ നമ്മൾ ലോക്ക് ചെയ്യുന്നു. ആ ലോക്ക് ചെയ്ത് അതേ താക്കോല് കൊണ്ട് വേണം അത് ഓപ്പൺ ചെയ്യാൻ. രാവിലെ നമ്മൾ ദിവസം ഓപ്പൺ ചെയ്ത് തന്നെ പ്രാർത്ഥനയോടെ. അപ്പോൾ തന്നെ ദൈവവചനം വായിച്ചുകൊണ്ട് വേണം, തിരുവെഴുത്ത് വായിച്ച് വേണം ഒരു ദിവസം ആരംഭിക്കാൻ. അതും വളരെ അത്യന്താപേക്ഷിതമാണ്. രാവിലെയും വൈകുന്നേരവും അത് വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അർത്ഥം കൂടെ ഒന്ന് കണക്ട് ചെയ്തേ. എന്താണ് അർത്ഥം? ദ ബോർഡ് ഓഫ് ദ നൈറ്റ്, ദൈവം വരുത്തുന്ന ക്രമീകരണങ്ങൾ.
രാവിലെയും വൈകുന്നേരവും ദൈവവചനം വായിച്ചു തുടങ്ങുകയും ദൈവവചനം കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുമ്പോൾ രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം ക്രമീകരണങ്ങൾ വരുത്തണമോ അതെല്ലാം ജീവനുള്ള ദൈവത്തിന്റെ വചനം ക്രമീകരിക്കപ്പെടേണ്ട മേഖലകളൊക്കെ ക്രമീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. സ്തോത്രമല്ല. അതിന് പ്രശ്നം അന്യഭാഷ പറയുമ്പോൾ ബഹളം പൊക്കെ ഒന്നും ചെയ്യണ്ട. നമ്മൾ ശാന്തമായിട്ട് ഒന്ന് ഇരുന്നാൽ മതി. മനസ്സിലായോ? സ്തോത്രം. അപ്പൊ ഞാൻ ആ വിഷയത്തിലേക്ക് വരിക. അപ്പോൾ ദൈവവചന വായനയുടെ 4 തലങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണേ. സ്തോത്രം. ദൈവവചന വായനയുടെ 4 തലങ്ങൾ. അങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ വേദപുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടി, നമുക്കതിന്റെ ആകത്തുക കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വായിച്ചാൽ ഒക്കും? എങ്ങനെയാണ് വേദപുസ്തകം വായിക്കുന്നതിന്റെ ഓർഡർ ഇരിക്കുന്നത്? അത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സംഭവങ്ങളെല്ലാം നമുക്ക് കൃത്യമായി കിട്ടണമെന്നില്ല. അതാണ് അതിന്റെ കാരണം. ഒന്ന്, ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയ ഒരു വലിയ ഗ്രന്ഥമാണല്ലോ വിശുദ്ധ തിരുവെഴുത്ത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. 66 പുസ്തകങ്ങൾ അടങ്ങിയ ഒരു വലിയ ഗ്രന്ഥമാണ് വിശുദ്ധ തിരുവെഴുത്ത്. അപ്പോൾ നമ്മൾ ഓർപ്പിച്ചല്ല, കഴിഞ്ഞ ക്ലാസ് ഞാൻ ഓർപ്പിച്ചു, 40 എഴുത്തുകാർ 1300 വർഷം കൊണ്ട് എഴുതി തീർത്ത ഒരേ ഒരു പുസ്തകം ഉലകത്തിലുള്ളത് വിശുദ്ധ തിരുവെഴുത്ത് മാത്രമാണ്. നിങ്ങൾ ഈ ദൈവവചനത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വേദപുസ്തകമൊന്നും ബൈബിളും ഒന്നും ക്ലാസ്സിൽ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഒന്നെങ്കിൽ വിശുദ്ധ തിരുവെഴുത്ത്, അല്ലെങ്കിൽ ദൈവ വചനം, അല്ലെങ്കിൽ വിശുദ്ധ വചനം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശീലിക്കണം. വേദപുസ്തകം എന്നൊക്കെ മാഗസിന്റെ പേര് പറയുമ്പോൾ ഒരു നിലവാരമില്ലാത്ത രീതിയിലൊന്നും വചനത്തെ അഭിസംബോധന ചെയ്യരുത്. എപ്പോഴും വിശുദ്ധ തിരുവെഴുത്ത് അല്ലെങ്കിൽ തിരുവെഴുത്ത്, ദൈവവചനം എന്നൊക്കെ പറയുന്നതാണ് അതിന്റെ ഏറ്റവും ഉചിതം. അല്ലാതെ പറയുന്നെങ്കിൽ നമ്മളെ നരകത്തിൽ വിടുന്നൊന്നുമല്ല എന്റെ അർത്ഥം. നമ്മൾ വചനത്തോട് അടുക്കുകയും ആത്മിക പക്വതയിലേക്ക് വരികയും ചെയ്യുമ്പോൾ നമ്മുടെ ശൈലിയിലൊക്കെ വ്യത്യാസം വരും. അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, നമുക്ക് മടങ്ങി വരാം. ഈ ഒരാളുടെ കയ്യിൽ ദൈവവചനം കിട്ടലേ ഓർഡറിൽ വായിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന്, ഈ പുസ്തകത്തിന്റെ എഴുത്തും രീതിയും ഘടനകൾക്കൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. പലരാണ് എഴുതിയെങ്കിൽ ഒറ്റയാൾ എഴുതുപോലെ നമുക്ക് തോന്നും. പക്ഷെ ഇതിന്റെ ക്രോഡീകരണത്തിൽ വന്നിരിക്കുന്ന രീതി മനസ്സിലാക്കി വേണം നമ്മൾ ഈ വചനം കൈകാര്യം ചെയ്യാൻ. ഈ 66 പുസ്തകത്തിലെയും ദ ഓൾഡസ്റ്റ് ബുക്ക് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിൽ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകം, ഏറ്റവും ആദ്യത്തെ 66 പുസ്തകങ്ങളിൽ ഏറ്റവും ആദ്യം എഴുതിയ പുസ്തകം ഏതാണ്? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? ഉൽപ്പത്തി പുസ്തകം. വെരി ഗുഡ്. മറ്റാരെങ്കിലും? കണ്ണേട്ടം പറഞ്ഞു ഉൽപ്പത്തി പുസ്തകമാണെന്ന് പറഞ്ഞു. മറ്റെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഉൽപ്പത്തി പറഞ്ഞാൽ പിന്നെ വേറെ ആർക്കും അഭിപ്രായ വ്യത്യാസം? യെസ്, അതാരാണ് പറഞ്ഞത്? ഷാലോ ഭവൻ മാത്രം കണ്ടു. അത് ശരി. ഗോഡ്വിൻ ബ്രദർ മറിഞ്ഞിരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. വെരി ഗുഡ്. ഓക്കെ, വിശുദ്ധ തിരുവെഴുത്തിലെ ഏറ്റവും ആദ്യത്തെ പുസ്തകം, എഴുതപ്പെട്ട ആദ്യത്തെ പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണ്. ഇയ്യോബിന്റെ പുസ്തകമാണ് ദ ഓൾഡസ്റ്റ് ബുക്ക് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിലെ ഏറ്റവും ആദ്യത്തെ പുസ്തകം ഇയ്യോബിന്റെ പുസ്തകം. മറക്കരുതേ, ഇയ്യോബ്, അബ്രഹാം ഇവരൊക്കെ സമകാലികന്മാരാണ്. അബ്രഹാമിനൊക്കെ കാലം കഴിഞ്ഞ് എത്രയോ അബ്രഹാം വന്നു, ഇസ്ഹാക്ക് വന്നു, യാക്കോബ് വന്നു. അതിനുശേഷമാണല്ലോ മോശെ കരങ്ങ പ്രവേശനം ചെയ്യുന്നത്. മോശയല്ലേ ആദ്യത്തെ 5 പുസ്തകം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ 66 പുസ്തകങ്ങളിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുസ്തകം ഏതാണ്? ഇയ്യോബിന്റെ പുസ്തകമാണ്. ഓക്കെ, ഇനി പുതിയ നിയമത്തിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുസ്തകം, പുതിയ നിയമത്തിൽ ആദ്യത്തെ എഴുതപ്പെട്ട പുസ്തകം, എനി ഐഡിയ? ഞാൻ തന്നെ പറയാം, യാക്കോബിന്റെ ലേഖനമാണ് പുതിയ നിയമത്തിൽ ഏറ്റവും. എന്തോ ആരെന്തെങ്കിലും പറഞ്ഞിരുന്നോ? യാക്കോബിന്റെ ലേഖനമാണ് ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുസ്തകം. ഓക്കെ, സുവിശേഷങ്ങളിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട സുവിശേഷം ഏതാണ്?
മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങൾ. സുവിശേഷങ്ങൾ ഒന്നേ ഉള്ളൂ, പക്ഷെ 4 പേഴ്സ്പെക്റ്റീവിലാണല്ലോ എഴുതപ്പെട്ടത്. ലൂക്കോസ്, വെരി ഗുഡ്. ലൂക്കോസ്. സുവിശേഷങ്ങൾ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുസ്തകം ലൂക്കോസ് അല്ല, മർക്കോസിന്റെ സുവിശേഷമാണ്. മറക്കരുതേ, മർക്കോസിന്റെ സുവിശേഷമാണ് ഏറ്റവും ആദ്യം എഴുതപ്പെട്ടത്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഞാൻ ചോദിക്കും, നിങ്ങൾ പറയണം. തെറ്റേതും വന്നോട്ടെ, നമുക്ക് തിരുത്താമല്ലോ. നോ പ്രോബ്ലം. മർക്കോസിന്റെ സുവിശേഷമാണ് ഏറ്റവും ആദ്യം എഴുതപ്പെട്ട സുവിശേഷങ്ങളിലെ ഏറ്റവും ആദ്യത്തെ സുവിശേഷം. മറക്കരുത്. ഓക്കെ, പൗലോസിന്റെ ലേഖനങ്ങളിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട ലേഖനം ഏതാണ്? പൗലോസിന്റെ ലേഖനങ്ങളിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട ലേഖനം ഫിലിപ്പിയൻ ലേഖനം. വെരി ഗുഡ്. പൗലോസിന്റെ ലേഖനങ്ങളിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട ലേഖനം ഫിലിപ്പിയൻ ലേഖനമല്ല, തെസ്സലോനിക്കരുടെ 1-ാമത്തെ ലേഖനമാണ് പൗലോസിന്റെ ലേഖനങ്ങളിലെ ഏറ്റവും ആദ്യത്തെ ലേഖനം. ഓക്കെ, നിങ്ങളിങ്ങനെ ധൈര്യമായിട്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോളൂ. തെറ്റുന്ന എവിടം വരെ വേണേലും തെറ്റിക്കോട്ടെ, അങ്ങനെ തെറ്റിയല്ലേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റൂ. ഇനി അതുകൊണ്ട് ഇനി ആര് ചോദിച്ചാലും തെറ്റിക്കുകയല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ ഉത്തരം കേട്ടിട്ട് ഞാൻ പറഞ്ഞത്. നോ പ്രോബ്ലം, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പൗലോസിന്റെ ലേഖനം ഏറ്റവും ആദ്യം എഴുതപ്പെട്ട ലേഖനം തെസ്സലോനിക്കരുടെ ലേഖനമാണ്. ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നറിയാമോ? തിരുവട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഏത് ഓർഡറിൽ വായിച്ചാലാണ് നമുക്ക് വേദോസ്തയെ കുറിച്ച് ഒരു ആകത്തുക കിട്ടുക എന്നുള്ള കാര്യം പറയാനായിട്ടാണ്. ഒരു ദൈവത്തിലേക്ക് വന്ന ഒരു മനുഷ്യൻ, വേദപുസ്തകത്തിൽ ഒരു പരിജ്ഞാന ഒരു മനുഷ്യൻ വേദപുസ്തകം വായിച്ചു തുടങ്ങുകയാണെങ്കിൽ ആദ്യം വായിക്കേണ്ടത് ലൂക്കോസ് എഴുതിയ സുവിശേഷമാണ്. മനസ്സിലായോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം വേണം ആദ്യം എഴുതാൻ. അതിന്റെ കാരണം യേശു ക്രിസ്തുവിന്റെ ജീവിത ചരിത്രം മുഴുവൻ വളരെ കൃത്യമായ ഓർഡറിൽ എഴുതിയിരിക്കുന്ന ഏക എഴുത്തുകാരൻ ലൂക്കോസാണ്. നിങ്ങൾ ലൂക്കോസ് 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ ആരെങ്കിലും എടുത്തൊരു വായിക്കാമോ? ശ്രീമാനായ തെയോഫിലോസ് ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ പരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു ചരിത്രം ചമക്കാൻ പലരും തുനിഞ്ഞിരിക്കുന്നതുകൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ വിഷയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് ആദ്യം മുതൽ സകലവും ക്രമമായി എഴുതുന്നത് നന്നെന്ന് സൂക്ഷ്മമായി. കണ്ടോ, ഒന്ന് ക്രമമായിട്ടാണ്, 2 സൂക്ഷ്മമായിട്ടാണ്. മതി പ്രിയ സിസ്റ്റർ, അത്രയും മതി. ലൂക്കോസ് നമ്മുടെ വിഷയം അതല്ല. ഞാൻ അതോട് വന്നപ്പാക്കരുന്ന് തൊട്ടെന്ന് മാത്രമേ ഉള്ളൂ. 1 ലൂക്കോസിന്റെ ആ ചരിത്രമാണ് എഴുതുന്നത്. 2 അത് ക്രമമായിട്ട് എഴുതി. 3 സൂക്ഷ്മമായിട്ട് എഴുതി. നിങ്ങൾക്കറിയാം, പുതിയ നിയമത്തിലെ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള വ്യക്തി ലൂക്കോസാണ്. പുസ്തകങ്ങളുടെ എണ്ണമല്ല ഞാൻ പറഞ്ഞത്, അതിന്റെ കോണ്ടന്റ്. കണ്ടന്റ് എന്ന് പറയരുത്, കോണ്ടന്റ് എന്നേ പറയണം. കണ്ടന്റ് എന്ന വാക്കിന്റെ അർത്ഥം സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള അർത്ഥത്തില്ല. പക്ഷെ സ്പെല്ലിംഗ് രണ്ടും ഒന്ന് തന്നെ, CONTENT. അതുകൊണ്ട് അതിന്റെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ അർത്ഥം മാറിപ്പോവും. അതിന്റെ കോണ്ടന്റ് എന്നത് വേണം പറയാം കേട്ടോ. അപ്പൊ അതിന്റെ കോണ്ടന്റ് കൊണ്ട് അല്ലെങ്കിൽ ഉള്ളടക്കം കൊണ്ട് ഏറ്റവും അധികം എഴുതിയ വ്യക്തി ആരാണ്? ലൂക്കോസ് ആണ്. കാരണം സുവിശേഷം തന്നെ 24 അധ്യായമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ സെക്കൻഡ് പാർട്ടായ അപ്പോസ്തല പ്രവർത്തികൾ 28 അധ്യായമുണ്ട്. കണ്ടോ, അതുകൊണ്ടാണ് പുതിയ നിയമത്തിലെ എഴുത്തിന്റെ കോണ്ടന്റ് കൊണ്ട് ഉള്ളടക്കം കൊണ്ട് ഏറ്റവും അധികം എഴുതിയ വ്യക്തി ആരാണ്? ലൂക്കോസ് ആണെന്ന് ഞാൻ പറയാൻ കാരണം. അതുപോലെ 2 അത് ക്രമമായിട്ട് എഴുതി. കണ്ടോ, യേശുക്രിസ്തുവിന്റെ ജീവിത ചരിത്രം കൃത്യമായി ക്രമമായിട്ട് എഴുതിയിരിക്കുന്നത് ലൂക്കോസാണ്. മറ്റുള്ളവർ എഴുതിയിട്ടുണ്ട്, പക്ഷെ ക്രമത്തിലൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. യോഹന്നാൻ 2-ാം അധ്യായത്തിൽ ഗലീല കാനാവിലെ കല്യാണത്തെ കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ കാണുന്നത് യേശുക്രിസ്തു യെരൂശലേം ദേവാലയം ശുദ്ധീകരിക്കുന്ന ചാട്ടവാർത്ത വീശിത രംഗം. നിങ്ങൾ വായിച്ചു നോക്കൂ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ. പക്ഷേ ലൂക്കോസ് എഴുതിയപ്പോൾ ലൂക്കോസ് 19-ാം അധ്യായത്തിലാണ് ആ സംഭവം. യോഹന്നാൻ 2-ാം അധ്യായത്തിൽ തന്നെ ആദ്യത്തെ ചാട്ടവാറെടുത്ത് വീശുന്നു, ആ പടവേളം വെക്കുമ്പോഴാണ്. അപ്പൊ യോഹന്നാൻ ഓർഡർ അനുസരിച്ചല്ല എഴുതിയത്.
മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? തനിക്ക് എഴുതാൻ പ്രേരണ ലഭിച്ചതിനനുസരിച്ച് സംഭവങ്ങൾ എഴുതുന്നത് മാത്രമല്ല, ഓർഡർ നോക്കിയതല്ല, പക്ഷേ ക്രമീകൃതമായ നിലയിൽ സൂക്ഷ്മമായിട്ട് എഴുതി ലൂക്കോസ്. സൂക്ഷ്മമായിട്ട് എഴുതുന്ന വെറുതെ അങ്ങനെ പറഞ്ഞാൽ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യം പോലും ലൂക്കോസ് ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റു സുവിശേഷങ്ങൾ കൈവരേണ്ട മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നു. പക്ഷെ ലൂക്കോസ് പറയുമ്പോൾ വലത് കൈ വരണ്ട അങ്ങനെ എടുത്തു പറയുന്നുണ്ട്. ഒരു ചെറിയ കാര്യം, പക്ഷെ ലൂക്കോസ് അതും നോട്ട് ചെയ്യുന്നുണ്ട്. കൈ വരണ്ട എന്ന് മറ്റുള്ളവർ പറഞ്ഞു, ഏത് കൈയാന്ന് അറിയത്തില്ല. പക്ഷെ ലൂക്കോസ് എഴുതുമ്പോൾ വലത് കൈ വരണ്ട. ക്രൂശീകരണ സമയത്ത് പത്രോസ് വാളെടുത്ത് വെട്ടി, ദാസന്റെ കാത് അറുത്തുന്നേ ഉള്ളൂ. മറ്റുള്ളവർ എഴുതുമ്പോൾ ലൂക്കോസ് എഴുതുമ്പോൾ വലത് കാത് അറുത്തുന്നത് തന്നെയുണ്ട്. ചെറിയ കാര്യം, പക്ഷെ പൗലോസ് അതുപോലും മൈന്യൂട്ടായിട്ടുള്ള കാര്യം പോലും കൃത്യമായി ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മറ്റു സുവിശേഷങ്ങളിലൊക്കെ 12 വർഷമായ രക്തസ്രാവാവസ്ഥയുടെ കാര്യം പറയുമ്പോൾ ഒട്ടും ഭേദം വരാത്ത എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ലൂക്കോസ് എഴുതുമ്പോൾ ആർക്കും സൗഖ്യം വരുത്താൻ കഴിയാതിരുന്ന, കേട്ടോ, നിസ്സാരമെന്ന് നമ്മൾ തോന്നുന്ന കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്ത വ്യക്തിയാണ് ലൂക്കോസ്. അതുകൊണ്ട് ഒരാൾ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം വായിക്കേണ്ട പുസ്തകം ലൂക്കോസിന്റെ സുവിശേഷമാണ്. അത് വളരെ നിർബന്ധമായി നമ്മൾ, കാരണം കർത്താവിന്റെ ജീവിതത്തിൽ മുഴുവൻ കൃത്യമായി കൊടുത്തിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷമാണ്. ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചതിന് ശേഷം മർക്കോസിന്റെ സുവിശേഷം വായിക്കണം. മർക്കോസിന്റെ സുവിശേഷം വായിച്ചതിന് ശേഷം മത്തായിയുടെ സുവിശേഷം വായിക്കണം. മത്തായിയുടെ സുവിശേഷത്തിന് ശേഷം അപ്പോസ്തല പ്രവർത്തികൾ എന്ന പുസ്തകം വായിക്കണം. അപ്പോസ്തല പ്രവർത്തികൾ കഴിഞ്ഞ ഉടനെ എബ്രായ ലേഖനം വായിക്കണം. ഈ എബ്രായ ലേഖനം വായിച്ച് കഴിഞ്ഞ ഉടനെ നേരെ ആവർത്തന പുസ്തകത്തിലേക്ക് വരണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ആ എബ്രായ ലേഖനം വായിച്ച് കഴിഞ്ഞ ഉടൻ വരേണ്ടത് ആവർത്തന പുസ്തകത്തിലേക്ക്. ആവർത്തന പുസ്തകം കഴിഞ്ഞാൽ ഉടൻ ഉൽപ്പത്തി പുസ്തകം വായിക്കണം. അത് കഴിഞ്ഞാൽ പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം അങ്ങനെ വായിക്കണം. സംഖ്യാപുസ്തകം വായിച്ചു കഴിഞ്ഞാൽ വീണ്ടും യോശുവയുടെ പുസ്തകം. യോശുവയുടെ പുസ്തകം കഴിഞ്ഞാൽ പിന്നീട് വായിക്കേണ്ടത് ദിനവൃത്താന്തങ്ങളുടെ 2 പുസ്തകങ്ങളും വായിക്കണം. ദിനവൃത്താന്തം 2 പുസ്തകം കഴിഞ്ഞാൽ ഉടൻ നെഹമ്യാവിന്റെ പുസ്തകം വായിക്കണം. നെഹമ്യാവിന്റെ പുസ്തകം കഴിഞ്ഞാൽ ഉടൻ എസ്രായുടെ പുസ്തകം വായിക്കണം. എസ്രായുടെ പുസ്തകം കഴിഞ്ഞാൽ ഉടൻ എസ്തേറിന്റെ പുസ്തകം വായിക്കണം. എസ്തേറിന്റെ പുസ്തകം കഴിഞ്ഞിട്ട് വേണം പ്രൊഫറ്റിക്കൽ ബുക്സ്, പ്രവചന പുസ്തകങ്ങൾ വായിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണം സങ്കീർത്തനങ്ങൾ വായിക്കാൻ. അത് കഴിഞ്ഞ സഭാപ്രസംഗി, അത് കഴിഞ്ഞ സദൃശവാക്യം, അത് കഴിഞ്ഞ ഉത്തമഗീതം. ഉത്തമഗീതം കഴിഞ്ഞ ഉടനെ ലേഖനങ്ങൾ വായിക്കണം. ലേഖനങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലെത്തിയിരിക്കും. കണ്ടോ? വിശദമായിട്ട് വേണം, ഞാനൊരു ഔട്ട്ലൈൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഓർഡർ വായിച്ചു പോകുന്ന ഒരാൾക്ക് വേദപുസ്തകത്തിലെ സംഭവങ്ങൾക്ക് ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞു, ആദ്യം എഴുതിയ പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണെങ്കിലും ആ ഓർഡർ വായിക്കാനായിട്ടല്ലല്ലോ ഞാൻ പറഞ്ഞേ, അല്ലെ? പഴയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകം നമ്മുടെ കണക്കനുസരിച്ച് മലാക്കി പ്രവചനമാണ്. പക്ഷെ എസ്തേറിന്റെ പുസ്തകമാണ് ഏറ്റവും ഒടുവിലത്തെ പുസ്തകം. എസ്തേറിന്റെ ചരിത്രം കഴിയുന്നത് കൂടെ 400 വർഷം ഇരുണ്ട കാലഘട്ടം, സൈലന്റ് പീരിയഡ് എന്നാണ് അറിയപ്പെടുന്നത്. നിശബ്ദ കാലഘട്ടം അല്ലെങ്കിൽ ഇരുണ്ട കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. നിശബ്ദ കാലഘട്ടം എന്നൊക്കെ പഠിക്കാൻ വേണ്ടി പറഞ്ഞ് മാത്രമേ ഉള്ളൂ. കർത്താവ് സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടൊന്നുമില്ല. ഹി വാസ് സോ ആക്റ്റീവ്. പോട്ടെ, ഞാൻ പറഞ്ഞ അങ്ങനെ വായിക്കുന്ന ഒരാൾക്കാണ് ഈ കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുക. ഞാനത് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞു വിട്ടോളാം. നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് ഈ വായനയുടെ 4 തലങ്ങളുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചില്ലേ ലൂക്കോസ് 10-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ, നീ എങ്ങനെ വായിക്കും എന്ന് പറഞ്ഞാൽ നീ വായിച്ച ട്യൂൺ ഏതാണെന്നല്ല, വായനയുടെ ഏത് ലെവലാണ് നീ കൈകാര്യം ചെയ്തെന്ന കർത്താവ് ചോദിച്ചത്. വേദപുസ്തകം വായിക്കുന്ന 4 തലങ്ങൾ നോട്ട് ചെയ്യുന്നവർക്ക് കൂടി ഞാൻ പറയാം. 4 തലങ്ങളുണ്ട്. നമ്പർ 1, 4 ലെവലുകളിലാണ് ദൈവവചന വായന. ഒന്ന് പസാറ്റ് ലെവൽ, PASAT, പസാറ്റ് എന്ന് പറയും. പസാറ്റ് ലെവൽ, അതിനർത്ഥം സർഫേസ് ലെവൽ, സർഫസ്. സാധാരണ നമ്മൾ വായിക്കുന്നത് പോലെ ഓരോ അധ്യായങ്ങൾ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് വായിച്ചു വിടുക, അത് പൂർണ്ണമായും വായിക്കുക. അതിനാണ് പസാറ്റ് ലെവൽ എന്ന് പറയുക. പസാറ്റ് ലെവൽ എന്നാ പറയുക. ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് ഓരോന്നും വായിച്ചു വിടുക എന്ന് പറഞ്ഞാൽ ഓരോ സംഭവങ്ങൾ, ഇൻസിഡൻസ് ഓരോന്നോരോന്നായി ഇങ്ങനെ വായിച്ചെങ്കിൽ അത് പൂർണ്ണമായും വായിക്കുമ്പോൾ മാത്രമേ അത് പിടികിട്ടുള്ള. അറ്റവും മുറിയും വായിച്ച് നമ്മൾ ഒരിക്കലും ചാടരുത്. മനസ്സിലാകുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നു,
ആ ഓർഡർ വായിച്ചു വരുമ്പോൾ അബ്രഹാമിന്റെ ഹിസ്റ്ററി മുഴുവൻ നമുക്ക് ഏകദേശം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, ഇല്ലേ? അപ്പൊ അങ്ങനെ അത് വായിക്കുന്നു, സംഭവങ്ങൾ മനസ്സിലാക്കുന്നു, അത്രയേ ഉള്ളൂ. അതിന്റെ മറ്റു വശങ്ങളെ കുറിച്ചൊന്നും പോകുന്നില്ല. അങ്ങനെ വായിക്കുന്നതിനാണ് പസാറ്റ് ലെവൽ എന്ന് പറയുക, PASAT. അതിന്റെ മറ്റ് ഡെറിവേഷൻ കാര്യത്തിലേക്ക് ഇപ്പൊ നിങ്ങൾ പോകണ്ട, ഞാൻ ഈ പറഞ്ഞത് ഇപ്പം നിങ്ങളത് ഉൾക്കൊണ്ടാൽ മതി. അപ്പം നമ്മൾ എന്തിനാ ഇത് പറഞ്ഞറിയാമോ? നമ്മളും വായിക്കേണ്ട ഈ 4 ലെവലിൽ ഏതിനകത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ വായിച്ചു വാക്യങ്ങൾ ഇടുന്നുണ്ടല്ലോ. ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന 4 എണ്ണത്തിന് ഏതിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മളും കൂടെ വായിക്കണമെന്ന് ശോധന ചെയ്യണം. ആ ഉദ്ദേശത്തിലൂടെ ഞാൻ ഇത് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ വായനയുടെ ലെവൽ സർഫസ് ലെവൽ അഥവാ പസാറ്റ് ലെവൽ എന്ന് പറയും. അതിന്റെ അർത്ഥം ഓരോരോ സംഭവങ്ങൾ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് വായിച്ചു വിടുക. അങ്ങനെ പൂർണ്ണമായിട്ട് അത് വായിക്കുമ്പോൾ ഏകദേശം സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. സംഭവങ്ങൾ, ഇൻസിഡൻസ് എല്ലാം നമ്മുടെ കൈ കിട്ടും. അങ്ങനെ വായിക്കുന്നതിനാണ് പസാറ്റ് ലെവൽ എന്ന് പറയുക. 2 ദൈവവചന രണ്ടാമത്തെ ലെവലാണ് റെനിഷ് ലെവൽ എന്ന് പറയും. RENISH റെനിഷ് ലെവൽ. റെനിഷ് ലെവൽ എന്ന് പറഞ്ഞാൽ കണക്ഷൻസ്. ഓരോരോ സംഭവങ്ങൾ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ വായിക്കുന്നതിനാണ് റെനിഷ് ലെവൽ എന്ന് പറയുക. യഹൂദ റാബായിമാർ വായിക്കുന്നത് എങ്ങനെയാണ്, അവരെ പഠിപ്പിക്കുന്ന രീതിയാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ഒരു ബൈബിൾ കോളേജിൽ ഒരു സെമിനാരിലും പഠിപ്പിക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. യഹൂദ റാബായിമാർ പഠിപ്പിക്കുന്ന രീതിയാണ് ഞാൻ ഇവിടെ നമ്മുടെ പഠനത്തിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ വായിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് യഹൂദ റാബായിമാർ പറഞ്ഞു കൊടുക്കുന്ന വിധം തന്നെ നമ്മൾ പഠിക്കുക. നമ്പർ 1 പസാറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇൻസിഡൻസ്, സംഭവങ്ങൾ ഓരോന്നും ക്രമമായി വായിച്ചു പോകുന്നതിനാണ്. ക്ലിയർ ആയല്ലോ? 2 റെനിഷ് ലെവൽ എന്ന് പറഞ്ഞാൽ കണക്ഷൻസ്, സംഭവങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ്. അതറിയണമെങ്കിൽ യു ഹാവ് ടു റീഡ് റിപ്പീറ്റഡ്ലി, ആവർത്തിച്ചു വായിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ആവർത്തിച്ചു വായിക്കണം. പലതവണ വായിക്കുമ്പോൾ മാത്രമേ റെനിഷ് ലെവലിലേക്കുള്ള വായനയാകുകയുള്ളൂ. സ്തോത്രം. നമ്മൾ ഈ 66 പുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുമ്പോഴാണ് ഈ റെനിഷ് ലെവലിലേക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്നറിയാൻ. അത് ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതാ, അല്ലേ? സുവിശേഷത്തിനാണെങ്കിൽ കർത്താവ് ഒരു കുരുടനെ സൗഖ്യമാക്കി എന്ന് പറയുന്നു വഴിയരികിരുന്ന്. വേറൊരു ഭാഗം 2 കുരുടന്മാർ തന്നെ വിളിച്ചെന്ന് കാണും. ഒരാളാണോ 2 ആളാണോ? അപ്പൊ ആരെയാ സൗഖ്യമാക്കിയത്? ഒരു ഡൗട്ട് അല്ലേ? അപ്പൊ അങ്ങനെ അന്വേഷണ ബുദ്ധിയോടെ വായിക്കുന്നതിനാണ് റെനിഷ് ലെവൽ എന്ന് പറയാം. കണക്ഷൻസ് വല്ലതും ഉണ്ടോ? മനസ്സിലായല്ലോ? കണക്ഷൻസ് അത് അത്യാവശ്യമാണ്. ഇത് കർത്താവ് എന്താണ് ഇങ്ങനെ പറയാൻ കാര്യം? ഇതിന് മറ്റേതെങ്കിലും വാക്കുകളോട് വല്ല കണക്ഷനും ഉണ്ട്? അന്വേഷിക്കണ്ടേ? വേണം. അങ്ങനെ വായനയുടെ ലെവൽ നമുക്കുണ്ടാകണം. എക്സാമ്പിൾ, ഒരുപാട് എക്സാമ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ പെട്ടെന്നൊരു എക്സാമ്പിൾ ഞാൻ പറയും. ഇപ്പൊ ലൂക്കോസ് 15-ാം അധ്യായത്തിൽ 3 നഷ്ടങ്ങൾ നമുക്കറിയാം, അല്ലേ? 100 ആടിൽ ഒന്നിനെ കാണാതെ പോയി, 10 ദ്രഹ്മയിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയി. മൂന്നാമത് ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു. ഇളയവൻ, നമ്മൾ മുടിയമ്പുത്രനൊക്കെ പറയുമല്ലോ, അങ്ങനെ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറഞ്ഞാലും മനസ്സിലാവും. മുടിയമ്പുത്രന്റെ കാര്യം പറഞ്ഞു, അല്ലേ? നമ്മൾ പുസ്തകത്തില്ലാത്ത എന്തെല്ലാം കാര്യം പറയുന്നുണ്ട്. മുടിയമ്പുത്രൻ എന്ന് പറയും, മറുരൂപമല്ലെന്ന് പറയും, പിന്നെന്തുവാ കഠിനോപവാസം എന്ന് പറയും. അങ്ങനെ ഒരു വാക്യമേ വേദപുസ്തകത്തിൽ ഇതെല്ലാം നമ്മളായിട്ട് ഉണ്ടാക്കിയതാ. പോട്ടെ, ഇനി അതിന് പേര് നമ്മൾ വഴക്കുണ്ടാക്കേണ്ട. പുസ്തകത്തിൽ ഇല്ലെന്ന് ഞാൻ പറഞ്ഞ അർത്ഥമുള്ളൂ. അപ്പോ ഒരാൾക്ക് 2 മനുഷ്യർ, ഇളയവൻ അല്ലെങ്കിൽ മുടിയമ്പുത്രൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, അങ്ങനെയാണല്ലോ ഇപ്പോ പ്രൊഡിഗൽസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അതങ്ങനെ തന്നെ നമ്മളായിട്ട് തിരുത്തൊന്നും വേണ്ട. അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നു, അല്ലേ? അപ്പനോട് അപ്പ എനിക്ക് വരേണ്ടതിനും തന്നേക്കാൻ പറഞ്ഞു. അതായത് മേടിച്ചോണ്ട് പോണു. പിന്നെ എല്ലാ കൂട്ടുകാരുമായിട്ട് കൊണ്ടുവന്ന് നശിപ്പിച്ചു, അല്ലേ? തിന്ന് ധൂർത്തടിച്ചെല്ലാം നശിപ്പിച്ച് ലാസ്റ്റ് ഇവരാണെ വിശപ്പ് അറിഞ്ഞിട്ടുള്ളവരല്ല. അവസാനം വിശന്ന് പൊരിഞ്ഞ് പള്ളിക്ക് കൊടുത്ത വാളവേരയും പേർക്ക് തിന്ന് ആ പഠനാശുപൂരാടമായി, അല്ലേ? അത് മടങ്ങി വരുമ്പോൾ അവനെ ഓടിച്ചെന്ന് സ്വീകരിച്ച്, അല്ലേ? അവന് പുതിയ അങ്കി ഇടിവിച്ചു, കാലിൽ ചെരുപ്പിടിവിച്ചു, കൈക്ക് മോതിരം ഇട്ടു, അല്ലേ? അവനെ ചുംബിച്ച് വീട്ടിൽ സ്വീകരിക്കുന്നു.
അന്നേരം മറ്റുള്ള വന്നപ്പോൾ ചേട്ടൻ വന്നപ്പോ പറഞ്ഞു, എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോഴോ ജീവിച്ചിരിക്കുന്നു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു, ആകെ നിങ്ങൾ ഇതിനോടൊപ്പം സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞ ആ സംഭവം കർത്താവ് എന്താ അത് പറയാൻ കാര്യം? ഇതിന് മറ്റേതെങ്കിലും വേദമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇതിനകത്ത് വേറെ ഏതെങ്കിലും കണക്ഷൻസ് കിടപ്പുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? അങ്ങനെ അന്വേഷിക്കണം. അങ്ങനെ വായിക്കുന്നതാണ് റിയലിസ്റ്റ് ലെവൽ എന്ന് പറയുക. ഞാൻ ഈ പറഞ്ഞ സംഭവത്തിന് വേറെങ്കിലും ഭാഗമായിട്ട് വല്ല കണക്ഷനും ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞേ. ഉണ്ടെങ്കിൽ എവിടെ ആ കണക്ഷൻ എന്ന് പറയണം. അത് പറയണമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആരും പറയുന്നില്ലല്ലേ? ഓക്കെ, ഞാൻ നിങ്ങളെ കുഴപ്പിക്കുന്നില്ല, സമയം പോകും. ആവർത്തന പുസ്തകം എടുത്ത് 21-ാം അധ്യായം ആരെങ്കിലും, Deuteronomy chapter 21 verses 18 onwards. ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വേദഭാഗം ഒന്ന് വായിച്ചേ. അപ്പന്റെയും അമ്മയുടെയും വാക്ക് കേൾക്കാതെയും. വെരി ഗുഡ്, പ്രിയ ആക്റ്റീവ് ആണ് സന്ധ്യയ്ക്ക്. ഓക്കെ, വായിച്ചോളൂ, ഗോ അഹെഡ്. അപ്പന്റെയും അമ്മയുടെ വാക്ക് കേൾക്കാതെയും അവർ ശാസിച്ചാലും അനുസരിക്കാതെ ഇരിക്കുന്ന ഷണ്ഡനും മത്സരിയുമായ മകൻ, എത്തിക്കരുത്, കാരണം വായനയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് കൊണ്ടാണ്. ഷഠനും മത്സരിയുമായ മകൻ ഒരുത്തനുണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ പിടിച്ച് പട്ടണത്തിൽ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിക്കലേക്ക് കൊണ്ടുപോയി, ഞങ്ങളുടെ ഈ മകൻ ഷണ്ഡനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തന്നിയും പിന്നിയും ഞങ്ങളുടെ ഈ മകൻ ആകുന്നു എന്ന് ഒന്നുകൂടെ വായിക്കണം. ഞങ്ങളുടെ ഈ മകൻ ഷണ്ഡനും ഈ മകൻ ഷണ്ഡനും മത്സരിയും വാക്ക് കേൾക്കാത്തവനും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയനും ആകുന്നു എന്ന് കണ്ടോ? മതി. ഞങ്ങളുടെ ഈ മകൻ, ആ പദങ്ങൾ വിടരുത്. അതിനാ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. ലൂക്കോസ് എന്ന് പറഞ്ഞു, എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, ജീവിച്ചിരിക്കുന്നു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിരുന്നു. ചുമ്മാതാ ശൈലി വന്നതല്ല, റീസൺ കിടപ്പുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. കണ്ടോ? ഞങ്ങളുടെ ഈ മകൻ തിന്നിയും കുടിയനും മത്സരിയും ശഠനും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവനുമാകുന്നു എന്ന് പറഞ്ഞ് മൂപ്പന്മാരുടെ മുമ്പാകെ അവനെ കൊണ്ടുവന്ന് വിസ്തരിച്ച് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇതാണ് വ്യവസ്ഥ. കണ്ടോ? പ്രമാണം അനുസരിച്ച് അപ്പനെ അമ്മയെ അനുസരിക്കാതെ അവരുടെ വസ്തുവക നാശമാക്കി തിന്നിയും കുടിയനും മത്സരവും ശഠനുമായിട്ട് പോകുന്നവനെ വീട്ടിൽ കയറ്റുകയല്ല ചെയ്യേണ്ടത്, കല്ലെറിഞ്ഞു കൊല്ലുക ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഇളയ മകൻ തിരിച്ചു വന്ന ഉടനെ യേശുക്രിസ്തുവിനെ ക്രൂശീകരണം വരെ ന്യായപ്രമാണമാകുന്നു എന്ന് വരികിൽ ആ ന്യായപ്രമാണത്തിന്റെ നിയമങ്ങൾ നിലനിൽക്കെ ഇവനെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതാ അല്ലേ? യെസ്, പ്രമാണമനുസരിച്ച് ഇവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ആ വ്യവസ്ഥയിൽ നിലനിൽക്കെ ഈ അപ്പൻ ഇറങ്ങി ഓടിച്ചെന്ന് കല്ലെറിയേണ്ട സ്ഥാനത്ത് അവനെ കെട്ടിപ്പിടിച്ച് വീട്ടിൽ സ്വീകരിക്കുക. അതിട്ടാ പറഞ്ഞടാ, പ്രമാണം അനുസരിച്ചാണെങ്കിൽ ഇവൻ തീർന്നു. കണ്ടോ? കല്ലെറിഞ്ഞു കൊല്ലണം നാട്ടുകാരിലൂടെ ചേർന്ന്. കല്ലെറിഞ്ഞു കൊല്ലേണ്ട നാട്ടുകാർ ഒരുമിച്ച് വരേണ്ടതിന് പകരം ആഘോഷത്തിനായിട്ടാണ് ആഘോഷത്തില്ലാതെ ഒരുമിച്ച് കൂടുന്ന രംഗം കർത്താവ് അവിടെ വിവരിക്കുന്നത്. കണ്ടോ? ഞാൻ പറഞ്ഞു വന്നത് ഞാനൊരു അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും പറയാനായിട്ടല്ല. വായനയുടെ രണ്ടാമത്തെ തലമാണ് റെലിഷ് ലെവൽ. വാക്യങ്ങൾ തമ്മിൽ, സംഭവങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ് എങ്ങനെയാണ്, ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ശാന്തമായി വായിച്ചു നോക്കിയതേ അറിയാൻ നോക്കുള്ളൂ. അല്ലാതെ 1500 പ്രസംഗങ്ങളുടെ കുറിപ്പും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കുഴയും. അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ നല്ലതാണ്, നിങ്ങൾ വായിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പുസ്തകം വായിക്കാതെ കണ്ട് ദയവേത് നമ്മൾ ചാടി ഇറങ്ങി പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? അത്യാവശ്യമാണ്. അപ്പോൾ വചനം കൈകാര്യം ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, വായനയുടെ ഒന്നാമത്തെ തലം ഏതാണ്? പ്രസാക്റ്റീവ് ലെവൽ എന്ന് പറഞ്ഞാൽ സംഭവങ്ങൾ, ഇൻസിഡൻസ് ഇങ്ങനെ നമ്മൾ ക്രമമായി വായിച്ച് മനസ്സിലാക്കുന്ന രീതി, അതാദ്യം ചെയ്യണം. രണ്ടാമത്തെ ലെവലാണ് റെലിഷ് ലെവൽ,
കണക്ഷൻസ്, ഈ സംഭവങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വായിക്കുന്നത് പിടികിട്ടുകയില്ല. വീണ്ടും വീണ്ടും വായിക്കണം. ആവർത്തിച്ച് വായിക്കുമ്പോൾ മാത്രമേ നമുക്കത് പിടികിട്ടുകയുള്ളൂ. മൂന്നാമത്തെ ലെവലാണ് ഡാഷൻ ലെവൽ. DARSHAN. ദർശൻ എന്ന് വായിക്കരുത്, ഡാഷ് എന്നേ പറയുള്ളേ. ദർശൻ എന്നുള്ളത് പറയുന്നത് മലയാളം വായിപ്പോ. അതുകൊണ്ട് ഡാഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം അറിയാമോ? ഡാഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ മീനിങ് കണ്ടുപിടിക്കുക എന്നുള്ളത്. മീനിങ്, അർത്ഥങ്ങൾ കണ്ടുപിടിക്കുക. ചുമ്മാ വായിച്ചു പോയതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലാക്കുക. കണക്ഷൻസ് അല്ല, അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡാഷൻ ലെവൽ വായനയുടെ ഉദ്ദേശം എഴുത്തുകാരൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, എഴുത്തുകാരൻ എന്താണ് അർത്ഥമാക്കുന്നത്, ആ കാലഘട്ടത്തിൽ അതങ്ങനെ പറയാൻ കാരണം എന്താ, എന്തുകൊണ്ടാണ് ആ ശൈലി ഉപയോഗിച്ചിരിക്കുന്നത്, എന്താണ് അതിന്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലായല്ലോ. ഉദാഹരണത്തിന് എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള ഒരു അതിന് ഡീപ്പിലേക്ക് ഞാൻ പോകുന്നില്ല. അതല്ലാതെ മാത്രം പറഞ്ഞിട്ട് ഞാൻ പിന്നീട് മുന്നോട്ട് വരുമ്പോൾ ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് അപ്പോസ്തലപ്രവൃത്തി നമ്മൾ കാണുന്നു. യെരൂശലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ എത്യോപ്യരാജ്ഞിയുടെ ഷണ്ണൻ, അവന് ദേവാലയത്തിൽ കയറാൻ പറ്റിയില്ല അല്ലേ? കാരണം പ്രമാണം അനുസരിച്ച്, ലേവ്യാവസ്ഥയുടെ പ്രമാണം അനുസരിച്ച് ഷണ്ണന് ദേവാലയത്തിൽ കയറാൻ ഒക്കത്തില്ല. അവനെന്ത് ചെയ്ത് അവിടെ വരെ ചെന്നേച്ച് അവനെ കയറ്റിയില്ല. അവൻ അവിടുന്ന് യെരൂശലേം ദേവാലയത്തിൽ ഇഷ്ടം പോലെ ചുരുളുകൾ വിൽക്കുന്ന കടയുണ്ട്, അവിടുന്ന് ഒരു ചുരുളും മേടിച്ചുകൊണ്ട് തിരിച്ച് ദേവാലയത്തിൽ കയറാതെ രഥത്തിലിരുന്ന് പോരുക. അപ്പൊ അവൻ താൻ വാങ്ങിച്ച ചുരുള് യെശയ്യാപ്രവചനം 53-ാം അധ്യായം വരും. യെശയ്യാവ് 53 യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം അല്ലേ? കണ്ടോ? അവൻ അത് വായിച്ചുകൊണ്ട് വരുമ്പോഴാണ് ഫിലിപ്പോസിനോട് ദൈവാത്മാവ് പറഞ്ഞത്, നീ രഥം നടക്കാൻ. ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? അവന്റെ മറുപടി, ഒരു പൊരുൾ തിരിച്ചാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? അപ്പോൾ ഫിലിപ്പോസ് പൊരുൾ തിരിച്ചു കൊടുത്തു. രണ്ടുപേരുടെ മുന്നോട്ട് പോകുമ്പോൾ സ്നാനപ്പെടുന്ന രംഗമൊക്കെ കാണും. ഞാൻ ഒരു കാര്യം പറഞ്ഞു തിരുത്താനായിട്ട്, അവിടെ ഷണ്ണൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ വീക്ക്നെസ് അല്ല, പുത്രോത്പാദന ശേഷിയില്ലാത്തവൻ എന്ന അർത്ഥത്തിലല്ല. തകർപ്പൻ പ്രസംഗങ്ങൾ കേരളത്തിലെ ഇന്റർനാഷണൽ സ്റ്റേജുകളിലൊക്കെ ഈ ഷണ്ണനെ കുറിച്ച് പറയുന്ന കേട്ടാൽ നെഞ്ചത്തടിച്ച് ചാകാൻ തോന്നിപ്പോവും. അതിന് കാരണം എഴുത്തുകാരൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നത് മനസ്സിലാക്കുന്നില്ല. കർത്താവ് ഒരിക്കൽ പറഞ്ഞ ആ കുറുക്കനോട് എന്ന് പറയാ, ഇന്നും നാളെ ഞാനിവിടെ ഭൂതങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞ്. അതെന്താ കുറുക്കൻ ഉപയോഗിക്കാൻ കാരണം? നമുക്ക് പഠിക്കാനുണ്ടത്, നമ്മുടെ വിഷയത്തിനകത്തുള്ളത് അല്ല, വാശിപ്പുറത്ത് കയറി പറഞ്ഞൊന്നും അല്ല. എന്താണ് ആ ശൈലി ഉപയോഗിച്ചത് നമ്മളത് അറിയണ്ടേ? കണ്ടോ? അപ്പൊ എഴുത്തുകാരൻ ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള അന്വേഷണ ത്വരയോടെയുള്ള വായനയുടെ പേരാണ് ഡാഷൻ ലെവൽ. കണ്ടോ? പി.ടി. തോമസ് സാർ ചോദിക്കും പോലെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഉണ്ട്. നമ്മൾ പുസ്തകം വായിക്കുന്ന, ഞാനിപ്പോ 3 പറഞ്ഞു, 4ാമത്തെ പറയാൻ പോകുന്നുള്ളൂ. ഈ 3 പറഞ്ഞു, ഇതിൽ ഏതെങ്കിലും കാറ്റഗറി നമ്മുടെ വായന നിൽക്കുന്നുണ്ടോ? ഏതെങ്കിലും സംഭവങ്ങൾ തുറമാനമായിട്ട് വായിക്കുകയാണോ? അതോ കണക്ഷൻ തമ്മിൽ അറിയാൻ വേണ്ടിയുള്ള വായനയാണോ? അതോ ഞാനിപ്പോ പറഞ്ഞതുപോലെ അതിന്റെ മീനിങ്, അർത്ഥം മനസ്സിലാക്കാനുള്ള വായനയാണോ? അതോ ഇത് വായിക്കാതെ കിടന്നാൽ രാത്രി മിക്കവാറും ആന കുത്താൻ വരുന്ന സ്വപ്നം കാണും, അല്ലെങ്കിൽ വെള്ളത്തിൽ വീഴുന്ന സ്വപ്നം കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും തേക്കിനാ കൊണ്ടിഞ്ഞെത്തി ചാരി ഇഴക്കാതിരിക്കാൻ രാത്രി 91-ാം സങ്കീർത്തനം പിടിപിടിപിടിപിടാന്ന് ഏതാണ്ട് പറഞ്ഞു വെച്ച് ആമേൻ കർത്താവ് ഗ്ലോറി പറഞ്ഞിട്ട് കിടക്കാനായിട്ട്. അങ്ങനെ ദൈവം ഇതാരും വായിക്കണ്ട, നിങ്ങൾ പുസ്തകം വായിച്ചില്ലെന്നെങ്കിൽ കർത്താവ് നിങ്ങളെ കൊല്ലാൻ പോകുന്നില്ല. വായിക്കണം, അത് അത്യാവശ്യം തന്നെ. ഇങ്ങനെ വായിച്ചിട്ട് ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല. വെറുതെ കുറച്ച് തുപ്പല് വേദോസ് തെറിപ്പിക്കാന്നുള്ളതല്ലാതെ ഒരു ഗുണവും വരാൻ പോകുന്നില്ല. സ്തോത്രം. അങ്ങനെ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? സ്തോത്രം. ക്ലാസ്സിന്റെ മുഴുവൻ നിങ്ങൾ കേട്ടിരിക്കണേ, ഇറങ്ങി ഓടിപ്പോവുകയോ ഒന്നും ചെയ്യരുത്. ഓക്കെ. അപ്പോൾ 3ാമത്തെ ലെവലിൽ ഞാൻ പറഞ്ഞു ഡാഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് വെറുതെ മീനിങ് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, എഴുത്തുകാരൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കണം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒന്നിലധികം തവണ വായനയും ഒരു അന്വേഷണം നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ അത് പറ്റുകയുള്ളൂ. 4ാമത്തെ ലെവലാണ് സോഡ് ലെവൽ എന്ന് പറയും. SODE.
ഹീബ്രു നിങ്ങൾ എഴുതേണ്ട ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി. സോഡ് ലെവൽ എന്ന് പറയും. അതിന്റെ അർത്ഥം ഇന്റർപ്രിട്ടേഷൻ എന്നാണ്, വ്യാഖ്യാനം. കണ്ടോ, നാലാമത്തെ ലെവലാണ് സോഡ് ലെവൽ. സോൾ അല്ല, സോഡ്, SODE, സോഡ് ലെവൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണ്? വ്യാഖ്യാനം. അതാണ്. എന്ന് പറഞ്ഞാൽ ദീർഘവർഷങ്ങൾക്ക് ശേഷം നടക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പുസ്തകത്തിൽ. അപ്പം ഇന്റർപ്രിട്ടേഷൻ നമ്മൾ ആവശ്യമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകരുത്. ഒരാളോട് ചോദിച്ചു, ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്തായിരുന്നു മെസ്സേജ്? അപ്പോൾ ആദ്യം പറഞ്ഞു, ഓ അങ്ങനൊന്നുമില്ല, എന്നാലും എന്റെ മെസ്സേജ് സ്പിരിച്വൽ വാർഫെയർ. ആഹാ, സ്പിരിച്വൽ വാർഫെയർ, ആത്മീയ പോരാട്ടം എന്ന വിഷയമായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, അപ്പൊ എന്തായിരുന്നു വേദോസിന്റെ ഏത് പോർഷനാണ് വേണ്ടി എടുത്തത്? അവിടെ വെച്ച 1:17 അധ്യായം എന്ന് പറഞ്ഞാൽ ദാവീദും ഗോലിയത്തും തമ്മിലുള്ള ഫൈറ്റിംഗ്, സ്പിരിച്വൽ വാർഫെയർ അല്ലേ? കൊള്ളാം, നല്ല സംഭവമാണത്. ആത്മീക പോരാട്ടത്തിന്റെ ഒരു ചിത്രം നൽകുന്ന ഒരു ഭാഗമാണിത്, ദാവീദും ഗോലിയാത്തും. ഞാൻ ചോദിക്കട്ടെ, ദാവീദും ഗോലിയാത്തും സ്പിരിച്വൽ വാർഫെയർ ആണോ അതോ ഫിസിക്കൽ വാർഫെയർ ആണോ? അത് ആത്മീക പോരാട്ടത്തിൻ്റെതാണോ? നോ, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല. അവിടെ തന്നെ തീർന്നല്ലോ. ഇത് സ്പിരിച്വൽ വാർഫെയർ എന്ന് പറഞ്ഞ ഒരു കൊച്ചൻ പിറ്റേ ദിവസം കവണയും കല്ലും എടുത്തുകൊണ്ട് വന്നാൽ ഉയർന്നെങ്കിലിരിക്കും. കഴിഞ്ഞ ആഴ്ച പാസ് പ്രസംഗിച്ചാൽ സ്പിരിച്വൽ വാർഫെയർ, ആത്മീക പോരാട്ടത്തിലുള്ള ആയുധം നമ്മുടെ കയ്യിലുണ്ടാണെന്ന് പറഞ്ഞു. ദാവീദിന്റെ ഒരു കവണ ഉണ്ടായിരുന്നാണ്, ഇവരും പോയി മേടിച്ചു. ടൗണിൽ ചെന്ന് ഒരു കവണയും മേടിച്ചു, കല്ല് കൊടുത്തോണ്ട് അവൻ നിൽക്കുക. മിക്കവാറും ആർക്കിട്ട് തന്നെ ഏത് കിട്ടും എന്നുള്ളതാണ്. കണ്ടോ, കോണ്ടസ്റ്റ് നടത്തി മാറ്റിക്കൊണ്ട് പോകുമ്പോൾ സംഗതി മാറിപ്പോയി. അപ്പോൾ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളത് വളരെ സൂക്ഷിക്കണം. ഒരു വാക്യം എടുത്ത് വെറുതെ വ്യാഖ്യാനിച്ചു പോകരുത്. നമ്മളൊരു വാക്യം വ്യാഖ്യാനിക്കുമ്പോൾ അതിന് മേൽ പറഞ്ഞ കാര്യം, അതിന് ശേഷം പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു വാക്യം കിട്ടി എടുത്തങ്ങ് ചാടരുത്. ഫിലിപ്പിയർക്ക് ഒരു വാക്യമുണ്ട്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നമുക്ക് ആ വാക്യം കിട്ടി, നമുക്ക് പ്രസംഗമായി. പിന്നെ നമ്മൾ തകർക്കുക, പ്രിയരെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പറഞ്ഞേ പറയും, അടുത്തിരിക്കുന്ന ആളുടെ കയ്യെ പിടിച്ചൊന്ന് കുലുക്കിക്കൊണ്ട് പറഞ്ഞ്, പുള്ളിക്കാരന്റെ തോളെ പിടിച്ച് നിറക്കിക്കൊണ്ട് പറഞ്ഞ്, പിന്നെ മുഖത്ത് നോക്കുന്നത് ചിരിച്ചോണ്ട് പറഞ്ഞ്, ഇതൊക്കെയാണ് നമ്മുടെ ഇടപാട്. സ്തോത്രം. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവൻ എന്ന് പൗലോസ് പറയുമ്പോൾ അതിൽ മേൽ പറഞ്ഞ കാര്യം എന്നെ വിട്ടുകളഞ്ഞേ. പൗലോസ് പറയാ, പട്ടിണിക്കിരിക്കാനും വിശന്നിരിക്കാനും നഗ്നനായിരിക്കാനും ഉടുപ്പില്ലാത്ത അണുപ്പത്തിരിക്കാനും ഒക്കെ ഞാൻ ശീലിച്ചിട്ടുണ്ട്. ഉള്ള അവസ്ഥയെ സംതൃപ്തിയോടെ ഇരിക്കാൻ എനിക്കറിയാം. അതിന്റെ കാരണം എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അതാ സംഭവം. കണ്ടോ, സംഗതി പോയ പോക്ക് കണ്ടോ? വാക്യം അവിടെ കിടക്കുന്നത് നമ്മൾ വ്യാഖ്യാനിച്ചതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നു? പൗലോസ് പറയാ, പട്ടിണിക്കിരിക്കണോ? ഞാൻ ഇരുന്നോളാം. നഗ്നനായിട്ടിരിക്കണോ? ഞാൻ ഇരിക്കാം. കടത്തിലേ കിടക്കണോ? ഞാൻ കിടക്കണം. ഏതവസ്ഥയിൽ ഒരു പരാതിയില്ലാതെ സംതൃപ്തിയോടെ ഇരിക്കാൻ എനിക്കറിയാം. അതിനെല്ലാം എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ടെന്നാ പറഞ്ഞേ. നമ്മ ഇത് പറയും, സകലത്തിനും ഒന്നത് പറഞ്ഞാട്ടെ, സകലത്തിനും ഒന്നത് പറഞ്ഞാട്ടെ, സകലത്തിനും. നമുക്ക് ആ സകലം ഒരു വാക്ക് കിട്ടിയാൽ പിന്നെ മുഴുവൻ സകലവും പോയി. അങ്ങനൊന്നും അല്ലിത്. മനസ്സിലായോ? ഫിലിപ്പിയർ 4 ഒരുപാട് പിന്നെ ഭാഗങ്ങളുണ്ട്. 4 ഞാനത് എടുത്ത് കാണിക്കാവേ. ഏതായാലും ഞാൻ ആ ഇന്റർപ്രിട്ടേഷന്റെ കാര്യം തൊട്ടുപോയല്ലോ. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായത്തിൽ ഈ കോണ്ടസ്റ്റ് നടത്തി മാറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അതിന്റെ 19-ാമത്തെ വാക്യം, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തലതരത്തോടെ ക്രിസ്തുയേശു പൂർണ്ണമായി തീർത്തു തരും. അതുപോലെ തന്നെ അതിന്റെ 11-ാമത്തെ വാക്യം അല്ലേ ഞാനിപ്പോ പറഞ്ഞത്? 4-ാം അധ്യായം 11-ാമത്തെ വാക്യം, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറഞ്ഞത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ, സന്ധ്യത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്മയിലിരിപ്പാനും സമത്തിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമതിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നത്. കാരണം എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും.
കണ്ടോ? ഇതാ കോണ്ടെക്സ്റ്റ്. നമ്മൾ ആ കോണ്ടെക്സ്റ്റ് നാ മാറ്റിക്കൊണ്ട് പോകണം. മനസ്സിലായോ? നമ്മൾ മത്തായി സുവിശേഷം ഒരു വാക്യം തെറ്റായിട്ട് കൊണ്ടുപോകല്ലേ? മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പൻ അതോടുകൂടെ ആരെങ്കിലും പറ ബാക്കി. മുമ്പേ അവന്റെ രാജ്യം നീതി അന്വേഷിപ്പൻ അതോടുകൂടെ ജപസിസ്റ്റാണെന്ന് തോന്നുന്നു പറഞ്ഞു. അത് ജൂഡി സിസ്റ്റാണോ? ജൂഡി സിസ്റ്റർ അല്ലേ? സാധാരണ എല്ലാവരും സകലവും നിങ്ങൾക്ക് കിട്ടുമെന്നാ പറയുന്നത്. സകലവും കിട്ടുന്നു, ബാക്കിയില്ല. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പൻ അതോടുകൂടെ ഇതൊക്കെയും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? അത് വേണ്ടേ? ഏതൊക്കെ? മത്തായി 6:33 നമ്മളിപ്പോ പറഞ്ഞേ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പൻ അതോടുകൂടെ ഇതൊക്കെയും. ഏതൊക്കെ? 30 വായിക്കണം. നിങ്ങൾ എന്ത് തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിവയെ കുറിച്ച് വിചാരപ്പെടരുത്. അടുത്ത വാക്ക്, ഇതൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ഇതൊക്കെയും ആവശ്യമെന്ന് അറിയുന്നു. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പൻ അതോടുകൂടെ ഇതൊക്കെയും. ഏതൊക്കെ? തിന്നാനും കുടിക്കാനും കൊടുക്കാനും. ഇത് മൂന്നും ഉള്ളവരുണ്ടോ? തിന്നാൻ വല്ലതും ഉണ്ടോ? എല്ലാ പട്ടിണിയാണോ? കുടിക്കാൻ വല്ലതും ഉണ്ടോ? ഉണ്ട്. കൊടുക്കാൻ വല്ലതും ഉണ്ടോ? ഉണ്ട്. അതായത് മേലാ കംപ്ലൈന്റ് പറഞ്ഞേക്ക്. അല്ല, സകലവും തരാന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. സ്തോത്രം. കുഴഞ്ഞോ? ബൈബിൾ ക്ലാസ്സിൽ കയറിയൊരു അപകടമായി തോന്നി ഇപ്പൊ അല്ലേ? കോട്ടെ, ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് 4ാമത്തെ ലെവൽ ഇന്റർപ്രിട്ടേഷനാണ്. ഇന്റർപ്രിട്ടേഷൻ ചെയ്യുമ്പോൾ അതിന്റെ ടൂൾസ് കയ്യിലില്ലാതെ ഇന്റർപ്രിട്ട് ചെയ്യാൻ പോകരുത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അത്രയും ഞാൻ വിടുന്നു. വ്യാഖ്യാനങ്ങൾ ചെയ്യുമ്പോൾ വ്യാഖ്യാനത്തിന്റെ രീതികൾ ഒക്കെ അറിഞ്ഞു വേണം കൈകാര്യം ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ എഴുത്തുകാരനെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെറുതെ പേന ചലിപ്പിച്ച ആളുടെ അർത്ഥത്തിൽ മാത്രമല്ല, ഇതിന്റെ ഗ്രന്ഥകാരൻ പരിശുദ്ധാത്മാവായതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നത് എന്താണോ അത് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നല്ല അധ്യാപകനായി പരിശുദ്ധാത്മാവ് പൂർണ്ണതിരിച്ച് തരുമ്പോഴാണ് നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ചർച്ചിലും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദൈവവചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിന് കിട്ടുന്ന ചിന്തകൾ പറയുന്ന വേദിയല്ല. ലിസൺ മീ കെയർഫുള്ളി. ഞാൻ ഒരു 99.4% വേദിയിൽ കേൾക്കുന്ന വാക്കിതാണ്. ഞാൻ എന്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്കുന്ന ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്തെല്ലാം ചിന്ത വന്നാലും ദയവായി അതൊന്നും വേദിയിൽ പോയി വിളമ്പരുത്. ദൈവവചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ പൊരുൾ തിരിക്കുക എന്നാണ് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അത് കർത്താവ് മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നതും പൊരുൾ തിരിക്കുന്നതും ഒക്കെ കൃത്യമായി കാണിക്കുന്നുണ്ട്. അതിനകത്തൊന്നും കാട് കയറിയും പോകുന്നില്ല. അങ്ങനെ വേണം. ഓക്കെ, ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ 4ാമത്തെ ലെവലിൽ ഞാൻ പറഞ്ഞു, അതിന്റെ വ്യാഖ്യാനത്തിന്റെ തലത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള വായന നമുക്കുണ്ടാകണം. അപ്പൊ ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിലെ വേദപുസ്തക വായന ഏത് തലത്തിലൊക്കെയാണ്? സർഫസ് ലെവൽ, പസറ്റ് ലെവലിലാണോ? 2 റെനീഷ് ലെവൽ, കണക്ഷൻസ് ഒക്കെ തിരിച്ചറിയത്തക്ക നിലയിലാണോ? 3 സോഡ് ലെവൽ, അതിന്റെ മീനിങ്, അർത്ഥങ്ങൾ ഗ്രഹിക്കാൻ പാകമാകത്തക്ക നിലയിലാണോ? അതോ ഒടുവിൽ പറഞ്ഞ അതിന്റെ എന്താ പറയാ വ്യാഖ്യാനങ്ങൾ, 3ാമത്തെ ദർശൻ ലെവൽ, 4 സോഡ് ലെവൽ. ഇതിലേത് നിലയിലാണ് നമ്മുടെ ദൈവവചന വായന പോകുന്നത് എന്നുള്ളത് നിർബന്ധമായും നാം ശ്രദ്ധിച്ചിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? വായിക്കുക മാത്രമല്ല, വചനം ധ്യാനിക്കുക കൂടെ ചെയ്യണം. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ചോദിക്കട്ടെ, നമ്മൾ എങ്ങനെയാ വേദപുസ്തകം വായിച്ച് ധ്യാനിക്കുന്നത്? ധ്യാനിക്കാൻ ഞാൻ പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാ വേദപുസ്തകം വായിച്ച് ധ്യാനിക്കുന്നത്? എങ്ങനെയാണ് വേദപുസ്തകം വായിക്കുന്നത്? ധ്യാനിക്കുന്നത്? ഞാൻ പറയട്ടെ, ചൂണ്ടാണ്. പറഞ്ഞോ. വേദപുസ്തകം
ഓരോ ചാപ്റ്ററായിട്ട് ആദ്യം വായിച്ച് അതിനുശേഷം കണ്ണടച്ച് അതിനെ പറ്റിയിട്ട് ഒരു മനസ്സിൽ ഒരു ആലോചന അങ്ങനെ കൊണ്ടുവരിക, അതല്ലേ? ഓക്കെ, വെരി ഗുഡ്. കണ്ണേട്ടൻ അത്രയെങ്കിലും പറഞ്ഞല്ലോ, വളരെ നന്ദി. ഞാൻ പറയാം, കറക്റ്റാണ് പറഞ്ഞത്. വേദോസിന്റെ ഭാഗം വായിച്ചു, അതിനുശേഷം അത് ധ്യാനിക്കുന്ന വിധം ഞാൻ പറയാം. നമ്പർ 1, ഒറ്റ വാക്യം നമ്മൾ വായിച്ചുള്ളൂ. യഹോവ എന്റെ ഇടയിലാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എല്ലാവർക്കും അറിയാവുന്ന വാക്യം അല്ലേ? ആ വാക്യം എടുത്ത് നമ്മൾ ധ്യാനിക്കേണ്ട രീതി. നമ്പർ 1, ആ വാക്യത്തിൽ ദൈവത്തെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2, ആ വാക്യത്തിൽ ഇത് വായിച്ച എന്നെ കുറിച്ച് എന്തു പറഞ്ഞിരിക്കുന്നു? നമ്പർ 3, ഇതിനകത്ത് ഞാൻ ഗുണപാഠമാക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ? 4, ഞാൻ അനുവർത്തിക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടോ? 5, ഇതിനകത്ത് എന്തെങ്കിലും മുന്നറിയിപ്പുകളുണ്ടോ? 6, ഞാൻ ജീവിതത്തിൽ ചെയ്തെടുക്കേണ്ട ഏതെങ്കിലും ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുന്നുണ്ടോ? മനസ്സിലായോ? ഇങ്ങനെ ഉള്ള ചിന്തകൾ, ചിന്ത എന്നല്ല ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള സത്യങ്ങൾ ആ വാക്യത്തിൽ നിന്ന് കണ്ടുപിടിക്കുന്നതിനാണ് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? കണ്ണേട്ട പറഞ്ഞതുപോലെ തന്നെ അത് വായിച്ച് കണ്ണടച്ച് ധ്യാനിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ തന്നെ കണ്ണ് തുറന്നും കൊണ്ട് നമ്മൾ നോക്കണം. എങ്ങനെ? ഈ വാക്യത്തിൽ ദൈവത്തെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2, ഈ വാക്യത്തിൽ എന്നെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പേര് നമ്മുടേതല്ലെങ്കിലും എന്നെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 3, ഞാൻ അനുവർത്തിക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും മുന്നറിയിപ്പുകളുണ്ടോ? ഞാൻ തിരുത്തേണ്ട എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടോ? ഞാൻ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വഴിമാറി പോകേണ്ട ഏതെങ്കിലും കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ടോ? അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് വചന ധ്യാനം നടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ കേവലം വായിച്ചു വിടുക മാത്രമാണ്, അത് ധ്യാനിക്കുന്ന രീതി കൂടെയാണ് ഞാനിപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് ബോധ്യമായി ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഹൗ ടു സ്റ്റഡി എന്നുള്ള ചില പോയിന്റുകൂടെ പറഞ്ഞ് വേഗം മുന്നോട്ട് നീങ്ങിയ. ഞാൻ പറഞ്ഞല്ലോ, ഇത് വായിക്കുമ്പോൾ ഒന്ന്, വേദപുസ്തകം മുഴുവൻ വായിക്കണം, അറ്റവും മുഴുവൻ വായിച്ചുകൊണ്ട് പോകരുത്. പോയിന്റ് നമ്പർ 1, റീഡ് ദ ഹോൾ ബൈബിൾ. വേദപുസ്തകം മുഴുവനും വായിച്ചിരിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിലെ പലതിന്റെ ആൻസർ കിടക്കുന്നത് വെളിപ്പാട് പുസ്തകത്തില്ല. ഉൽപ്പത്തി പുസ്തകം ജീവിതത്തിന്റെ പക്ഷത്തെ തുടർന്ന് പറയുന്നെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ ജീവക്ഷത്തിന് പലർക്ക് തീരുമാനം കൊടുക്കുന്ന രംഗം കാണാം. കണ്ടോ? പൂർണ്ണമായ ആശയം കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ മാത്രം പോകാതെ ഒരു പ്രാവശ്യം വായിച്ച ഒന്നും പിടിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും മൊത്തം ആ തിരുവെഴുത്ത് വായിച്ചിരിക്കണം. റീഡ് ദ ഹോൾ ബൈബിൾ. നമ്പർ 2, മെമ്മറൈസ് ദ ടെക്സ്റ്റ്. നമുക്ക് വാക്യങ്ങൾ മനപ്പാഠമാക്കാൻ പഠിക്കണം. ഹൗ ടു സ്റ്റഡി ദ ബൈബിൾ എന്നുള്ള ഭാഗം ഞാൻ പറയുന്നത്. വായിക്കുന്ന രീതി ഞാൻ വിട്ടു, എങ്ങനെ പഠിക്കണം, കാരണം ഇത് പറഞ്ഞാൽ പോലെ നമുക്ക് വിഷയത്തിലേക്ക് പോകണം. അതുകൊണ്ടാണ് സമയമൊന്നും ആയിട്ടില്ല, തുടങ്ങിയതേ ഉള്ളൂ. അത് സമയത്തെ ഓർത്ത് പേടിക്കട്ടെ, ഇന്ന് നമുക്ക് ഒരുപാട് സമയമുണ്ട്, നേരത്തെ ക്ലാസ് തുടങ്ങിയത് കൊണ്ട്. ഓക്കെ, നമ്പർ 2, മെമ്മറൈസ് ദ ടെക്സ്റ്റ്. നമ്മുടെ മനസ്സിൽ വചനം, തിരുവെഴുത്തിന്റെ ഭാഗങ്ങൾ നന്നായിട്ട് മെമ്മറൈസ് ചെയ്യണം. മനസ്സിലായോ? മെമ്മറൈസ് ചെയ്യണം, ഓർമ്മയിൽ വേണം. അത് വിശ്വാസിക്കും പാസ്റ്റർക്കും എല്ലാം ബാധകം. പാസ്റ്റർമാർക്ക് മാത്രമല്ല, വിശ്വാസിക്കും അത് ബാധകം. അങ്ങനെയാണെങ്കിൽ മാത്രമേ മെമ്മറൈസ് ദ വേർഡ്സ്, മെമ്മറൈസ് ദ ടെക്സ്റ്റ്. വാക്യങ്ങളും മനഃപ്പാഠമാക്കണം, തിരുവെഴുത്തിന്റെ ഭാഗങ്ങളും മനഃപ്പാഠമാക്കണം. അത് വായന ഉണ്ടെങ്കിൽ ഇത് എവിടെ എന്താണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. മെമ്മറൈസ് ദ ടെക്സ്റ്റ് മാത്രമല്ല, മെമ്മറൈസ് ദ വേർഡ്സ്. വാക്യങ്ങളും മനഃപ്പാഠമായിരിക്കണം. വാക്യങ്ങൾ മനഃപ്പാഠമായ അടുത്ത ഗുണം, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആ വചനം മതി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ക്ലിയറായോ ഞാൻ പറഞ്ഞത്? എന്ന് ഞാനല്ല, കർത്താവാ കാണിച്ചു തന്നെ. 40 ദിവസമാണ് പിശാച് കർത്താവിനെ പരീക്ഷിച്ചത്. ലൂക്കോസ് 4-ാം അധ്യായം വായിച്ചു നോക്കണേ. എനിക്കതൊക്കെ വായിക്കുമ്പോൾ ത്രില്ലടിച്ചു പോകാറുണ്ട്. കാരണം 40 ദിവസവും പിശാച് കർത്താവിനെ പരീക്ഷിച്ചു. പക്ഷെ 3 കാര്യം പറയുന്നു. നമ്മളെങ്ങാനും ആയിരിക്കണമായിരുന്നു, അയ്യോ എന്റെ ദൈവമക്കളെ പോരാട്ടം ഒന്ന് പറഞ്ഞ്
എന്നും പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ പറയും എന്റെ സാക്ഷ്യം പറയാൻ തുടങ്ങിയാൽ ഇന്നെങ്ങും തീരുകയായിരുന്നു. ആര് പറഞ്ഞു സാക്ഷ്യം പറഞ്ഞാൽ തീരുകയായിരുന്നു? നമ്മുടെ സഭയിൽ പ്രിയ കണ്ണേറ്റ സാക്ഷ്യം പറഞ്ഞാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒറ്റ സെന്റൻസേ ഉള്ളൂ. കഴിഞ്ഞ പോയ ഒരാഴ്ച വലിയ കുടുംബത്തെ കർത്താവ് അത്ഭുതകരമായ സ്ഥിരമായി പോച്ച് പുലർത്തി. യേശുവേ സ്തോത്രം സ്തോത്രം സ്തോത്രം, തീർന്നു. അത്രയും മതി. അല്ലാതെ കഴിഞ്ഞ രാത്രികാലം കടന്നു വരുവാൻ തക്കവണ്ണമായിട്ടിടയാ തീരുവാൻ തക്കവണ്ണം സാധിച്ചെന്ന് തക്കവണ്ണം പൊക്കവണ്ണം ക്യൂബിക്കേടിയും കൊണ്ട് മാത്രം തീരുകയല്ല. നമ്മുടെ രാത്രി പിന്നെ ഒന്നും ഇല്ലല്ലോ. തക്കവണ്ണം പൊക്കവണ്ണം ക്യൂബിക്കേടി പോയാൽ പിന്നെ അതിനകത്ത് എന്താ ഉള്ളത്? ആ പോട്ടെ, നമ്മുടെ വിഷയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വാക്യങ്ങൾ മനഃപ്പാഠമാക്കുന്നത് ഞാൻ പറഞ്ഞു. 40 ദിവസവും കർത്താവിനെ പരീക്ഷിച്ചു. അതിൽ അതിപ്രധാനമായ 3 പരീക്ഷകൾ. 3 പരീക്ഷയ്ക്കും കർത്താവ് ഞാൻ നിന്നെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടുപോകും എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. 3 പരീക്ഷ പറഞ്ഞു. 3 പരീക്ഷയ്ക്ക് 3 വാക്യം പറഞ്ഞോളൂ. സംഗതി ക്ലോസ്. അതകത്തുണ്ടായില്ലേ പറയാൻ പറ്റൂ. മനസ്സിലായോ? കർത്താവിനെ പരീക്ഷിച്ചില്ലേ? 3 പരീക്ഷയ്ക്ക് 3 വാക്യം. 2 വാക്യം ആവർത്തന പുസ്തകം 92 സംഘത്തിന് അത്രേ പറഞ്ഞു. അനുസരിച്ചുണ്ട് ഏതൊക്കെ വാക്യം എടുത്തേ. ആവർത്തന പുസ്തകം അതിനകത്തുണ്ടല്ലോ. ആദ്യം ലൂക്കോസ് 4:4 വായിക്കാം, എന്നിട്ട് പോകാം. അപ്പം പിടി കിട്ടും. മനുഷ്യൻ അപ്പം യേശു അവനോട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മതി. നീ ആവർത്തന പുസ്തകം എടുത്തേ. 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചേ. അവൻ നിന്നെ താഴ്ത്തും, നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും. മതി 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 6:13 വായിച്ചേ. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം, അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് ആരാധിക്കരുത്. മതി 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 91:11 സങ്കീർത്തനം. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിങ്ങളിവിടെ ശ്രദ്ധിക്കണേ. കർത്താവിനെ പരീക്ഷിക്കുമ്പോൾ ആദ്യം പറഞ്ഞു നിനക്ക് വിശക്കുന്നില്ലേ, ഈ കല്ലോട് അപ്പമാകാൻ പറയാൻ പറഞ്ഞു. അന്നേരം കർത്താവ് ആദ്യത്തെ വാക്യത്തിന്റെ 3 എടുത്തു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. രണ്ടാമതായിട്ട് എന്നെ വീണ് നമസ്കരിക്കാമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നേക്കാന്ന് പറഞ്ഞു. അന്നേരം കർത്താവിന്റെ മറുപടി നിന്റെ ദൈവമായ യഹോവയല്ലാതെ മറ്റൊന്നിനെ സേവിക്കരുത് എന്നുകൂടി എഴുതിയിരിക്കുന്നു. ഇപ്പം 2 പരീക്ഷ മുന്നോട്ട് വെച്ചപ്പോഴും കർത്താവ് 2 ഡിഫെൻഡ് ചെയ്തു വചനം കൊണ്ടാണ്. മനസ്സിലായോ? 2 ഡിഫെൻഡ് ചെയ്ത് എങ്ങനെയാണ്? വചനം കൊണ്ടാ. ഉടനെ 3ാമത് പിശാചിക പരിപാടി കണ്ടോ? പിശാചും വചനം പറഞ്ഞു. മനസ്സിലായില്ല? ദേവാലയത്തിന്റെ അകത്തുള്ള വെച്ച് താഴ്ത്തി ചാടിക്കൊള്ളുക, കാല് കല്ലിൽ തട്ടിപ്പോക, ദൂതന്മാർ തന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. കണ്ടോ? ആദ്യത്തെ 2 എണ്ണത്തിനും വചനം കൊണ്ട് ഡിഫെൻഡ് ചെയ്തപ്പോൾ 3ാമത്തെ പരീക്ഷയ്ക്ക് പിശാച് ഉപയോഗിച്ച തന്ത്രം എന്താണ്? വചനം. പക്ഷെ ഒരു പ്രശ്നം, ആര് കൈകാര്യം ചെയ്യുന്നതായി വചനം? വചനം ആരുടെയാ? ദൈവത്തിന്റെ. ശബ്ദം ആരുടെയാ? പിശാചിന്റെ. God's words in devil's voice. ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു പോർഷനാണ്. നിങ്ങൾ ചിന്തിക്കുക, ധ്യാനിക്കുക ചെയ്യുന്നപ്പോൾ ഞാൻ ഇട്ടു തരുന്നത് മാത്രമേ ഉള്ളൂ. God's words in devil's voice. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അപകടമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഭാഗം. God's words in devil's voice. ദൈവത്തിന്റെ വചനമാ, പക്ഷെ ഇതാരെ കൈകാര്യം ചെയ്യുന്നേ? കണ്ടോ? മടങ്ങി വരും. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ 3 പരീക്ഷയും കർത്താവ് ജയിച്ചത് വചനം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മെമ്മറൈസ് ദ ടെക്സ്റ്റ് ആൻഡ് മെമ്മറൈസ് ദ വേർഡ്സ്. അത് വളരെ അത്യന്താവശ്യമായ കാര്യമാണ്. അടുത്തത് റിസർച്ച് ആൻഡ് സ്റ്റഡി. വചനത്തിൽ നമുക്ക് റിസർച്ച് ഉണ്ടായിരിക്കണേ. ഒരു റിസർച്ച് നമുക്ക് അത്യാവശ്യമാണ് ദൈവവചനത്തിൽ.
ഒരു കാരണവശാലും അത് ഒഴിവാക്കാൻ പാടില്ല. എന്നിപ്പോ പറഞ്ഞ വായനയുടെ മറ്റൊരു ഭാഗം കൂടി ചേർത്താണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് റിസർച്ച് മൈൻഡോട് വേണം ദൈവവചനം വായിക്കാൻ. റിസർച്ച് ചെയ്തെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ക്ലിയർ ആയോ? വചനത്തിനകത്ത് റിസർച്ച് അതെപ്പോഴും അത് വായിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടായിരിക്കണം. എന്നാൽ സാധാരണ അന്വേഷണവും റിസർച്ചും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഉദാഹരണം പറയാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പിടി കിട്ടും. പണ്ട് ഈ കായംകുളം കരുനാഗപ്പള്ളി ഭാഗത്തെ കടകര പ്രദേശമുള്ള ഭാഗം, അവിടെ ഒരു ദിവസം നോക്കിയപ്പോ ഈ സാധാരണ കാണുന്ന മണലിനേക്കാൾ വ്യത്യസ്തമായ തരിമണലുകൾ, കറുത്ത നിറത്തിലും അല്പം ചുവപ്പ് നിറവും കൂടുതലും ബ്ലാക്ക് നിറത്തിലൊക്കെ ഉള്ള കരിമണല് കണ്ടു. അപ്പൊ അവർക്കൊരു സംശയം, അതായത് ഈ മണ്ണിൽ എന്താ ഇങ്ങനത്തെ ഒരു നിറവ്യത്യാസം വരാൻ കാര്യം? അവര് ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം പിടികിട്ടി, അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം പിടികിട്ടി. സാധാരണ മണലിനേക്കാൾ ഈ മണൽ ഒരു പ്രത്യേകതയുണ്ട്. മറ്റു മണലിൽ ചൂട് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ മണലിനകത്ത് ചൂട് നിൽക്കുന്നു. അപ്പൊ അവർക്ക് പിടികിട്ടി മീൻ ഉണക്കാൻ സാധാരണ മണലിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഈ മണലാണ്. നിറവ്യത്യാസമുള്ള സാധാരണ പഞ്ചസാര മണലിനേക്കാൾ വ്യത്യസ്തമായി കറുത്ത നിറത്തിലും ചുവപ്പ് നിറത്തിലും ഇടയ്ക്കൊക്കെ ചില പച്ച നിറത്തിലും ഒക്കെ കണ്ട ഈ മണല് മീൻ ഉണങ്ങാൻ ഏറ്റവും ബെസ്റ്റ് സംഗതി അത് പിടികിട്ടി. മറ്റ് സാധാരണ മണലിനേക്കാൾ ഏറ്റവും അധിക സമയം ചൂട് പിടിച്ചു നിർത്താനുള്ള ശേഷി ഈ മണലിനുണ്ടെന്ന് മനസ്സിലാക്കി അവരെന്ത് ചെയ്തു? ആ മണലിന്റെ മീതെയാണ് പിന്നെ മീൻ ഉണങ്ങാൻ തുടങ്ങിയത്. നാളുകൾ പരതി കഴിഞ്ഞ് ഒരു ദിവസം ബോംബെ ആറ്റമിക് റിസർച്ച് സെന്ററിലെ ഡോക്ടർ എച്ച് എ ബാബ, അദ്ദേഹം തന്റെ വേനൽക്കാലം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ബോംബെയിൽ നിന്നും കേരളത്തിൽ വന്ന് കടച്ചെരുമ്പഴി നടന്നു പോകുമ്പോൾ ഈ ഭാഗത്തുറ വന്നു. അവിടെ വന്നപ്പോൾ നിറവ്യത്യാസമുള്ള ഈ മണൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അല്പം കൗതുകം തോന്നി. അദ്ദേഹം ഒരു കുറേയേറെ മണല് കളക്ട് ചെയ്ത് താൻ ബോംബെക്ക് കൊണ്ടുപോയി തന്റെ റിസർച്ച് ലാബിൽ കൊണ്ടുവന്ന് റിസർച്ച് ചെയ്തപ്പോഴാണ് തനിക്ക് മനസ്സിലായത് അത്യുഗ്ര ശേഷിയുള്ള ബോംബ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന മോണോസൈറ്റ് ആണ് ഇതിനകത്തുള്ളത്. പിടികിട്ടി. കണ്ടോ? ഡോക്ടർ എച്ച് എ ബാബ ചെയ്ത കാര്യം ഞാനീ പറഞ്ഞത്. താൻ ആ മണലൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത്യുഗ്ര ശേഷിയുള്ള സ്ഫോടന ശേഷിയുള്ള ഉഗ്രമായ ബോംബ് നിർമ്മിക്കാൻ സഹായിക്കുന്ന മോണോസൈറ്റ് ഈ മണലകത്തുള്ളത് അദ്ദേഹത്തെ പിടികിട്ടി. നമുക്ക് വല്ലതും മനസ്സിലായോ? റിസർച്ച് ചെയ്താൽ ഇങ്ങനെ എക്സ്പ്ലോസീവ് സാധനം കിട്ടും, അല്ലാത്ത മീൻ ഉണങ്ങാൻ കൊള്ളാം. ആർക്ക് പിടികിട്ടിയോ ആ തമ്പുരാനറിയാം. മനസ്സിലായോ? സ്വോത്രം. നമുക്കിത് മീൻ ഉണങ്ങാൻ പറ്റുന്ന ഒരു സാധനമാണെന്നുള്ളതല്ലാതെ ഇതിനകത്ത് ഹൈലി എക്സ്പ്ലോസീവ് സാധനമുള്ള കാര്യം നമുക്ക് ഇന്ന് വരെ പിടികിട്ടിട്ടില്ല. അവരും മീൻ ഉണങ്ങി, നമ്മളും മീൻ ഉണങ്ങും, അത്രയേ ഉള്ളൂ. അല്ലെന്നേ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്ക്. എക്സ്പ്ലോസീവ് സാധനത്തിനകത്ത് കിടപ്പുണ്ട്, വെറുതെ എടുക്കാതിനകത്തൊന്ന്. സ്തോത്രം. മനസ്സിലായ വിഷയം ഇതാണ് റിസർച്ച് ആൻഡ് സ്റ്റഡി എന്നുള്ളത് മനസ്സിലാക്കുന്നത്. നിങ്ങളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഞാൻ അവരോട് നീങ്ങുന്നു. അപ്പം റിസർച്ച് ആൻഡ് സ്റ്റഡി. അടുത്ത കാര്യം ഹൗ ടു സ്റ്റഡി എന്നുള്ളതിന്റെ 5ാമത്തെ പോലെ ഞാൻ പറഞ്ഞു, റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ തിമോഥെയോസിനോട് പൗലോസ് ലേഖനം പറയുകയാണ്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. അതിന് ഇംഗ്ലീഷിൽ റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന്. ഞാൻ 2-3 പോയിന്റ് പറഞ്ഞ എന്റെ ക്ലാസ് വേഗം അവസാനിപ്പിക്കാമേ, ബാക്കിയോട് നിൽക്കട്ടെ. അപ്പോൾ എന്താണ് റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ഗോഡ്? അത് പൗലോസ് തിമോഥെയോസിനെ പറഞ്ഞേൽപ്പിക്കുക, നീ വചനം കൈകാര്യം ചെയ്യുമ്പോൾ റൈറ്റ്ലി ഡിവൈഡ്, ശരിയായിട്ട് വിഭജിക്കണം. ഏത് കോണ്ടെക്സ്റ്റിൽ ഇത് പറയുന്നത് അറിയാമോ? പൗലോസ് ഇത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, പൗലോസ് കൂടാരപ്പണിക്കാരനായിരുന്നു. കൂടാരപ്പണിക്കാരൻ. ആ കൂടാരം ഉണ്ടാക്കുന്ന ചണം കൊണ്ട എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കൂടാരപ്പണിക്കാരെന്നുള്ളതല്ല. നമ്മളിപ്പം ബോംബെയിലോ ബംഗ്ലാപുരത്തോ ബാംഗ്ലൂരോ ഡൽഹിയിലോ ഒക്കെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് സ്വന്തക്കാരായാലും നമ്മൾ കുറഞ്ഞ അവിടെ ഹോട്ടൽ നമ്മൾ അന്വേഷിക്കും. ആ ഹോട്ടൽ റൂമിലാണ് നമ്മൾ താമസിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ആ കാലഘട്ടത്തിൽ ധാരാളം വഴിയാത്രക്കാരും ബിസിനസ്സുകാരും ഒക്കെ ഇങ്ങനെ ഈ വഴിയെ യാത്ര ചെയ്ത് പോകുമ്പോൾ രാത്രിയായാലും അവർക്ക് താമസിക്കാൻ ഇടമില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ കൂടാരം നിർമ്മിക്കുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കൺസ്ട്രക്ഷൻ മേഖല പോലെ തന്നെ ആ കാര്യത്തിൽ
ആ ടെക്നോളജിയിൽ വിദഗ്ധനായിരുന്നു പൗലോസ് ഈ കൂടാരം നിർമ്മിക്കുന്നതിൽ. അപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? ആ കൂടാര നിർമ്മാണത്തിന് ആവശ്യമായ ചണം, ആ ചണം കിട്ടുന്ന ചതുരത്തില. പക്ഷെ കൂടാരം റൗണ്ടാ. ഞാനീ പറഞ്ഞ് ശ്രദ്ധിക്കണേ, കൂടാരത്തിന്റെ ചുറ്റും അത് റൗണ്ടായിട്ടാണ് കൂടാരം പണിത്. പക്ഷെ ആ കൂടാരം അടിക്കാനുള്ള ചണം കിട്ടുന്നത് ചതുരത്തില. ചതുരത്തിലിരിക്കുന്നത് കൊണ്ട് റൗണ്ടിലുള്ള കൂടാരം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ചെയ്യുന്ന എങ്ങനെയറിയാമോ? ഈ ചതുരത്തിലുള്ള ചണം നിവർത്തിച്ചിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം പറയാം. നമ്മളെല്ലാം മഴക്കാലം വരുമ്പോ കുട ഉപയോഗിക്കുമല്ലോ. ആ കുടയുടെ ഓരോ പീസും നോക്കി ഇങ്ങനെ ത്രികോണാകൃതിയിലല്ലേ വെട്ടിയിരിക്കുന്നത്, അല്ലേ? ത്രികോണത്തിൽ വെട്ടിയെടുത്തത് ടൈ ചെയ്യുമ്പോഴാണ് ചേർത്ത് പിടിക്കുമ്പോൾ റൗണ്ടിൽ കിട്ടുന്നത്. സെയിം അതേ രൂപത്തിൽ തന്നെ ഒരേ അളവിൽ ത്രികോണാകൃതിയിൽ ഈ ചണം വെട്ടിയെടുത്തതിന് ശേഷമാണ് അത് നെയ്ത് കൂടാരത്തിനുള്ള ശീലയാക്കി മാറ്റുന്നത്. അപ്പൊ അങ്ങനെ വെട്ടുമ്പോൾ അതിന്റെ അളവ് കൃത്യമായില്ല എന്നുണ്ടെങ്കിൽ കൂടാരം നിവർക്കുമ്പോൾ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മേവോന്നിരിക്കും. അപ്പൊ കാണുന്നവൻ ചോദിക്കുന്നത് ഏതവനാണ് ആ വെട്ടിയത്. അപ്പൊ ആ നാണക്കേടാ. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞു? പൗലൂസിന് ആ പണി അറിയാം, അതിനെക്കുറിച്ച് തിമത്യോസിനും അറിവുണ്ട്. ആ കോണ്ടെക്സ്റ്റ് നിന്നോട് പറയാ, യു ഹാവ് ടു ഡിവൈഡ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ റൈറ്റ് വേ, റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ഈ രണ്ടും അനുഭവമുള്ളവർ തമ്മിൽ നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കാര്യം പിടികിട്ടി. നീ വചനത്തെ വെട്ടുമ്പോൾ കൃത്യമായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് പിടിപ്പിച്ചു വരുമ്പോൾ ഒക്കാതെ വരും. ഞാൻ പറഞ്ഞതിന്റെ ആശയം, നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം വചനത്തെ കൊണ്ടുപോകരുത് എന്ന് പറയാനായിട്ട്. അടുത്ത കാര്യം പറഞ്ഞ അവരോട് നിൽക്കുന്നു. 2 പേരോട് പറഞ്ഞ വേഗം അവസാനിപ്പിക്കാമേ. സമയം 9:45, വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ഒന്ന് വാച്ച് നോക്കരുത്. നിങ്ങളുടെ വാച്ചൊക്കെ തെറ്റാണ്, എന്റെ വാച്ച് കറക്റ്റ് ആണ്. അതിന് ഓക്കെ. അടുത്ത കാര്യം, നമ്മൾ ഈ ദൈവവചനം പഠിക്കുമ്പോൾ അതിന് വെറുതെ അങ്ങനെ പഠിച്ചു പോകാതെ ചരിത്രപരമായ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലൂടെ മനസ്സിൽ വെച്ച്, അല്ല അതും കൂടെ ഗ്രഹിച്ചുകൊണ്ട് വേണം വചനം പഠിക്കാൻ. നമ്മുടെ പഠനത്തിനകത്ത് അത് വരുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക, ചരിത്രപരമായ പശ്ചാത്തലം നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ പോകുന്നു 7ാമത്തെ പോയിന്റ്, ഈ വചനത്തിന്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊരു വലിയ വിഷയമാണ്. വ്യാകരണ പിശക് കൂടാതെ, മനസ്സിലായോ? വ്യാകരണ പിശക് കൂടാതെ വചനത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രദ്ധിക്കണം. പലരും പ്രാർത്ഥിക്കും, പ്രിയ കുഞ്ഞച്ചിനു വേണ്ടി പ്രാർത്ഥിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എനിക്കൊരു ദേവദാസൻ പുള്ളി അപ്പൊ പറഞ്ഞാൽ അങ്ങനെ പറയത്തുള്ളൂ. അതെ, സന്നിധാനായി പ്രാർത്ഥിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തോ? ഇത് പാസീവ് വോയിസ് ആണോ ആക്റ്റീവ് വോയിസ് ആണോ? കർത്തരി പ്രയോഗമാണോ കർമ്മണി പ്രയോഗമാണോ? ആഖ്യാതും തമ്മിൽ തിരിച്ചറിയാൻ വയ്യാതെ എന്തോ ഈ പറഞ്ഞു പിടിപ്പിക്കുന്നത്. അപ്പോൾ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ മാറ്റിയാൽ അർത്ഥം വളരെ വിനയായിട്ട് മാറും. അതുകൊണ്ട് വാക്യങ്ങൾ ഉപയോഗിച്ചത് കൈകാര്യം ചെയ്യും. എല്ലാവരും നിർത്തിയിട്ട് പോയി, ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഇല്ല, ഒരു സിസ്റ്റർ ഉണ്ട്, വേറെ ആരും കാണുന്നില്ല. ഏതായാലും ഒരാളെങ്കിലും കേൾക്കാറുണ്ടല്ലോ. ദൈവം. അപ്പോൾ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ read the whole Bible. Number 1. Yes, number 1. Read the whole Bible. 2. Memorize the text. 3. Memorize the words. 4. Research and study. 5. Rightly divide the word of God. 6. Study according to the historical background. ഇപ്പൊ കിട്ടിയോ? ഓക്കെ, വെരി ഗുഡ്. ചോദിച്ചത് വളരെ നന്ദി. എനിക്ക് തോന്നുന്നു ഞാൻ ആ മെമ്മറൈസ് ടെക്സ്റ്റ് മെമ്മറൈസ് വേർഡ്സ് ഒരുമിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു സംശയിക്കുന്നത് അല്ലേ? ഓ, യു ആർ റൈറ്റ്, താങ്ക് യു സോ മച്ച്. അടുത്ത ഞാനിപ്പോ പറഞ്ഞത് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ നമ്മൾ ഒരിക്കലും മാറ്റരുത്. അത് നമ്മൾ അറിഞ്ഞിരിക്കണേ. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. യാക്കോബ് ലേഖനമൊക്കെ വായിക്കുമ്പോൾ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകും. നമ്മളങ്ങനെ പറഞ്ഞു, അങ്ങനെയാണല്ലോ ദൈവം നമ്മൾ പഠിപ്പിക്കുന്നത്. ദൈവം നമ്മെ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മെ ദോഷം കൊണ്ട് പരീക്ഷിക്കരുതെന്നാണോ? ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തത് പാസീവ് വോയിസ് അല്ലേ? അതെ, പരീക്ഷ ദൈവത്തിന് ദോഷമായി ഭവിക്കരുതെന്നാണ്. നമുക്കല്ലെന്ന്, നമുക്കാണെന്നല്ല.
ഓക്കെ, അപ്പൊ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ നമ്മൾ വളരെ ശ്രദ്ധിക്കണേ. അതെല്ലാം നമുക്ക് നമ്മുടേതായ രീതിയിൽ കൊണ്ടുപോകരുത്. അത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്ന് ഞാൻ ഈ പറഞ്ഞത്. ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ പ്രത്യേകിച്ചും വേദപുസ്തകത്തിന്റെ വായനക്കകത്ത് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ ഉത്തമഗീതമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ആകെ കുഴങ്ങി. പിന്നെ അത് വായിക്കാറില്ല പൊതുവെ. അതിനകത്ത് ഏതാണ്ടൊക്കെ മോശമുണ്ടെന്നുള്ള ചിന്താഗതി. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതിന്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറും അതൊരു ജൂയിഷ് പോയമാണെന്നും അറിയാത്തതുള്ളത് കുഴപ്പമാണ്. മനസ്സിലാകുന്നുണ്ടോ? അത് എന്താ പറയാ, ഈ കാവ്യപുസ്തകമല്ലേ ഉത്തമഗീതമൊക്കെ. അപ്പൊ നമ്മളിതെല്ലാം വായിച്ച് ചേട്ടായിട്ട് നമ്മൾ ഈ ഇത്രയും മോശമായ കാര്യങ്ങളൊക്കെയാണോ എന്ന് നമുക്ക് ചിന്തിക്കാം, ഇല്ലേ? ഞാൻ ഒറ്റ ഉദാഹരണം പറയാം, സമയം പോകലും. നിങ്ങൾ ഉത്തമഗീതം 5-ാം അധ്യായം എടുത്ത് ഏറ്റവും മെച്ചമായ ഒരു ഭാഗമായിട്ട് അവിടെ പറയുന്നുള്ളത് ഉത്തമഗീതം 5-ാം അധ്യായം. ഏതായാലും നമ്മൾ തൊട്ടുകൊണ്ട് അവിടെ പറഞ്ഞു പോവാം. ഉത്തമഗീതം 5-ാം അധ്യായം 2 മുതൽ വായിക്കാമോ? ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്ക് മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം, എന്റെ സഹോദരി, എന്റെ പ്രിയെ, എന്റെ പ്രാവേ, എന്റെ നിഷ്കളങ്കെ തുറക്കുക. എന്റെ ശിരസ് മഞ്ഞുകൊണ്ട്. അടുത്തത് ധൈര്യമായിട്ട് വായിച്ചു. കുഴപ്പം വല്ലോണ്ട് ഞാൻ പരിഹരിച്ചോളാം. ധൈര്യമായിട്ട് വായിച്ചു. എന്റെ ശിരസ് മഞ്ഞുകൊണ്ട് കുറുനരികൾ രാത്രി പെയ്യുന്ന തുള്ളി കൊണ്ട് നനഞ്ഞിരിക്കുന്നു. കുറുനരിയല്ല, കുറുനിരകളാണ്. കുറുനരിയല്ല, കുറുനിരകളാണ്. രാത്രി പെയ്യുന്ന തുള്ളി കൊണ്ട് നനഞ്ഞിരിക്കുന്നു. എന്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു. അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? കാലുകളെ കഴുകി. അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു. അവയെ മലിനമാക്കുന്നത് എങ്ങനെ? എന്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടി കൈ നീട്ടി എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. മതി. നമ്മൾ ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ എന്നാലും സ്ത്രീനൊക്കെ എഴുതി വെക്കാവും, അല്ലേ? എൻ പ്രിയേ കാന്തേ വാതിൽ തുറന്നിടുക. ആ പാട്ട് നിനക്ക് അറിയാമോ? ഇല്ല. എൻ പ്രിയേ എന്റെ കാന്തേ വാതിൽ തുറന്നിടുക. വളരെ മനോഹരമായ ഈ ഭാഗം വിവരിക്കുന്ന മനോഹരമായ ഒരു പാട്ടാണ്. രാത്രി മുഴുവനും ഞാൻ വാതിൽക്കൽ നിന്നതീന എൻ ശിരസാകെ നനഞ്ഞിടുന്നു മഞ്ഞിനാല്. രാത്രി മുഴുവനും ഞാൻ വാതിൽക്കൽ നിന്നതീന എൻ ശിരസ് ആകെ നനഞ്ഞിടുന്നു മഞ്ഞിനാല്. എൻ ശബ്ദം കേട്ടു വാതിൽ നീ ഇന്നു തുറന്നിടിൽ. നിൻ കൂടെ വന്നു ഞാനും അത്താഴം പൂജിച്ചിടും. അത്ര മനോഹരമായ ഒരു പാട്ടുണ്ട്. ഇവിടുത്തെ കുഴപ്പം എന്താണെന്നറിയാമോ? ഈ വാക്യങ്ങളുടെ ഓരോ ഭാഗവും ആരാ പറയുന്നത് നമുക്കറിയത്തില്ല. ഓക്കെ, ഞാൻ വേഗം പറഞ്ഞ സമയം ഒത്തിരി മുന്നോട്ട് പോയാൽ 2 മിനിറ്റ് അവസാനിപ്പിക്കാവേ. ഒന്ന്, ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം, എന്റെ സഹോദരി, എന്റെ പ്രിയെ, എന്റെ പ്രാവേ, എന്റെ നിഷ്കളങ്കയെ തുറക്കുക. എന്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രി പെയ്യുന്ന തുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നു. ആദ്യത്തെ ഭാഗം ഇടയ പെൺകുട്ടിയാണ് പറഞ്ഞെങ്കിൽ രണ്ടാമത്തെ ഭാഗം ആരുടേതാണ്? ഇടയ ചെറുക്കം പറഞ്ഞ ഭാഗമാ. ഇടയ പെൺകുട്ടിയെ കാണാനുള്ള ആവലോടെ നിൽക്കുന്ന. അടുത്തത്, ഞാൻ എന്റെ അങ്കി ഊരിയിരിക്കുന്നു. അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? അത് ഇടയ ചെറുക്കന്റെ വാക്കല്ല, ഇടയ പെൺകുട്ടി പറയുന്ന വാക്കാണ്. നമ്മുടെ ചിന്ത വെളിയിൽ നിന്ന് മഞ്ഞും കൊണ്ട് നിന്ന ഈ ഇടയ ചെറുക്കൻ അങ്കിയെല്ലാം ഊരിക്കളഞ്ഞു നിൽക്കുകയാണ്. ഇനി അത് ഇടുന്നത് എങ്ങനെയാണെന്നുള്ള നെഗറ്റീവ് മീനിങ്ങിലാണ് നമ്മളത് കൊണ്ടുപോകുന്നത്. നോ, ആ മൂന്നാമത്തെ വാക്യം ഇടയ പെൺകുട്ടി പറയുക, എന്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നത് വീണ്ടും ധരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ധരിക്കുന്ന വസ്ത്രം വേറെ,
ഒരാളെ റിസീവ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രം വേറെ. സമയം രാത്രിയായി കഴിഞ്ഞു. കണ്ടോ, കോൺസ് അറിയാൻ നമ്മൾ കൊണ്ടുപോകരുത്. ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നത് മലിനവാക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലും മഴ പെയ്ത് മുകളിലൊക്കെ മുറ്റത്തൊക്കെ വെള്ളവും ചള്ളയൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് കയറിയ ആൾ ചെന്ന് ഡോർ തുറക്കണം. നമ്മുടെ ചിന്ത ഫ്രണ്ട് ഡോറിന്റെ കാര്യമാണ്. അല്ലല്ല, മുറ്റം കഴിഞ്ഞ് വീണ്ടും ചെന്നിട്ട് വേണം ഡോർ തുറക്കാൻ എന്ന് പറഞ്ഞാൽ ഗേറ്റ് ഇല്ലേ, ഇന്നപ്പോഴും നമുക്കത് ഗേറ്റായി. മനസ്സിലായോ? ആ ഗേറ്റ് തുറക്കുന്ന കാര്യ ഇവിടെ പറയുന്നത്. ഞാൻ എന്റെ പകലത്തെ ഡ്യൂട്ടി എല്ലാം അവസാനിപ്പിച്ച കാലുമൊക്കെ കഴുകി അകത്ത് കയറി വൈകിട്ട് യഹൂദന്റെ നിയമത്തിലുള്ള വസ്ത്രം ധരിച്ച് അകത്ത് കയറിയിരിക്കുന്നു. ഇനി പുറത്തിറങ്ങി എന്റെ കാല് ഞാൻ എങ്ങനെ അഴുക്കാക്കുന്ന ചോദിച്ചേ. കണ്ടോ, ഞാൻ സമയം കൊണ്ട് അവസാനിപ്പിക്കും. മറ്റൊരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ അതിന്റെ വിശദീകരണം തരാം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ അറിയാതെ പുസ്തകം വ്യാഖ്യാനിച്ചാൽ ഒരുപാട് കുഴപ്പത്തിനകത്ത് ചെന്ന് ചാടും. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, ഏതാണെന്ന് അറിയാൻ വയ്യാതെ ഒരിക്കലും വചനത്തെ മാറ്റിക്കൊണ്ട് പോകരുത്. അടുത്ത 2 പോയിന്റ് ഞാൻ പറഞ്ഞു വിടാം. 8ാമത്തെ പോയിന്റ്, ജിയോഗ്രഫിക്കൽ സ്റ്റഡി, ഭൂമിശാസ്ത്രപരമായ പഠനം നമുക്ക് ഉണ്ടായിരിക്കണം. വടക്കേ രാജ്യവും തെക്കേ രാജ്യം എന്നൊക്കെ പറയുമ്പോൾ ഏത് ഭാഗമാണ്, എവിടാണ്, കിഴക്ക് എവിടാണ്, പടിഞ്ഞാറ് എവിടാണ്, അവിടേക്കുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്, എന്താണ് ഉദ്ദേശം എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജിയോഗ്രഫിക്കൽ സ്റ്റഡി ആവശ്യമാണ്. അതിനാണ് ഈ വേദോസിന്റെ ഒടുവിൽ 2 ഭൂപടമൊക്കെ കൊടുത്തിരിക്കുന്നത്. 2 പേപ്പർ മിച്ചം വന്നപ്പോൾ അതിനകത്തിനുള്ള പടം വരച്ചു വെച്ചതല്ല. വായിക്കുന്നവന് ഭൂമിശാസ്ത്രപരമായിട്ട് അറിവുണ്ടാകാനായിട്ടാണ് പ്രധാനപ്പെട്ട ഭൂപടങ്ങളൊക്കെ ഇതിന്റെ ഒടുവിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വേദപുസ്തക വായനയുടെ 4 തലങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു. അതെന്താണ് ഉദ്ദേശിക്കുന്നുള്ളത് ഞാൻ പറഞ്ഞു. അങ്ങനെ പഠിക്കണമെന്നുള്ളതിന്റെ 8 പോയിന്റും ചുരുക്കമായി ഞാൻ അവതരിപ്പിച്ചില്ല. അത് ഞാൻ പിന്നാലെ പറയാം. അത് വളരെ അത്യാവശ്യമാണ്. കാരണം എഴുത്തുകാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ ഒരിക്കലും ഇപ്പം യോഹന്നാൻ വെട്ടുക്കിളിയും തേനും തിന്നു ഇല്ലേ? ആറ്റാഴ്ചയെ പറയുമ്പോൾ പറയാനായിട്ടല്ല, നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എന്താ പറയാ, ശമര്യ ക്ഷാമം വന്നപ്പോൾ പ്രാകാഷ്ടം വാങ്ങിച്ച് കഴിച്ചു. ഗതിയോടുകൊണ്ട് ഒരു പ്രാകാഷ്ടം കഴിച്ചല്ലോ. അടുത്ത ആഴ്ച വെള്ളിയാഴ്ച ദൈവം അനുവദിച്ചാൽ ഈ യോഹന്നാൻ ഭക്ഷിച്ച വെട്ടുക്കിളിയും തേനും എന്താന്ന് നമ്മൾ അറിയണം. ശബരിയിൽ ഭക്ഷിച്ച പ്രാകാഷ്ടം എന്താണെന്ന് അറിയണം. അവരാരും പ്രാവിന്റെ കാട്ടവും തിന്നില്ല. പക്ഷെ ആ പ്രാകാഷ്ടം എന്താണെന്ന് അറിയണ്ടേ? വെട്ടുക്കിളി അഥവാ ഈ വെട്ടിനെ പിടിച്ചാണ് യോഹന്നാൻ തിന്നേ എന്നൊക്കെ ന്യായമായ സംശയം ഉണ്ടാകും. ഇതാ ഞാൻ പറഞ്ഞത്, എഴുത്തുകാരൻ എന്താണ് ഉദ്ദേശിച്ചതോടെ നമ്മൾ അറിഞ്ഞിരിക്കണം. വരും ദിവസങ്ങളിൽ അങ്ങനെ ക്രമീതമായ ദൈവത്തിന്റെ വചനം പഠിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ അല്പസമയം മുൻപോട്ട് പോയി ആ പോയിന്റ് തീർക്കാൻ വേണ്ടി ഞാൻ ഉത്സാഹിച്ചത് മാത്രമേ ഉള്ളൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കാൻ നമ്മുടെ തലകളെ വണക്കാം. അല്പസമയം മുന്നോട്ട് പോയെങ്കിലും ജോയിൻ ചെയ്തവർക്ക് ക്ലാസ് പ്രയോജനമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലരും പല അത്യാവശ്യം കൊണ്ട് അത് പെട്ടെന്ന് അവർ ക്ലാസ് അവസാനിപ്പിച്ച് പോയെങ്കിലും ജോയിൻ ചെയ്തവർക്ക് നിശ്ചയമായും അനുഗ്രഹമായി വിശ്വസിക്കുന്നു. കണ്ണടയ്ക്കാൻ നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗത്തിലെ പിതാവേ, ഇന്ന് രാത്രിയും ദൈവവചനം പഠിപ്പാൻ ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾ ആരും അറിവിൽ പോകുന്നതല്ല കർത്താവേ. ഓരോ ദിവസവും ദൈവവചനത്താൽ പരിപോഷിക്കപ്പെട്ടവരായി ഞങ്ങളുടെ വചനത്തിൽ വേരൂന്നി വളരുവാനുള്ള ഞങ്ങളെ സഹായിക്കണമേ. ക്ലാസ്സിൽ ജോലി ചെയ്ത് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. അവരെല്ലാ ജീവിതത്തിൽ ഈ ക്ലാസ് പോലെ അനുഗ്രഹമായി തീർക്കാൻ കർത്താവ് സഹായിക്കണമേ. വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടുന്നവരെ ഞങ്ങളുടെ കവി സൂക്ഷിക്കണം. വലിയ ദൈവ പ്രവർത്തിക്കാൻ ഞങ്ങൾ ഒരുക്കണമേ. സകലത്തും ദൈവോത്തര മഹത്വം എടുത്താട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ നിലവിളക്ക് ക്രിസ്തുവിൽ ഇന്നും എപ്പോഴും കാക്കപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.